ഹായ് ഹലോ. ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം എന്ന പേപ്പറിന്റെ 3rd യൂണിറ്റിന്റെ പാർട്ട് 2 ക്ലാസ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റഡ് കരിക്കുലം ആൻഡ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രേറ്റഡ് കരിക്കുലം ആൻഡ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ, മീനിങ് ഓഫ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം, ടൈപ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം, key features of integrated curriculum, objectives of integrated curriculum, levels of curriculum integration, models of curriculum integration, multidisciplinary curriculum integration, goals of multidisciplinary curriculum integration, learning outcomes of multidisciplinary curriculum integration, and interdisciplinary curriculum integration. Then other steps, transdisciplinary integration, നാലാമത് സ്പൈറൽ കരിക്കുലം, വാല്യൂസ് ഓഫ് സ്പൈറൽ കരിക്കുലം, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് ഒരു പുതിയ ടൈപ്പ് ഓഫ് കരിക്കുലത്തിലേക്കാണ് പോകുന്നത്. ഇതിന് പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് സിമ്പിളായി തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഡോക്വെയിൽ 4Cs കരിക്കുലം. ഇവിടെ 4C ടീച്ചിങ് ഫ്രെയിമിനെ പരിചയപ്പെടുത്തും. അതിനുമുമ്പ് CLIL. സോ ഡോക്വയിൽ പറഞ്ഞു വെച്ച CLIL, കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം. ഈ ഒരു ടേമിൽ നിന്ന് നമുക്ക് പല കാര്യം മനസ്സിലാവും. ഒന്ന്, അതിലൊരു കോണ്ടന്റ് പഠിപ്പിക്കും, എന്തെങ്കിലും സബ്ജക്ട് ഏരിയ പഠിപ്പിക്കും, ആൻഡ് ലാംഗ്വേജും പഠിപ്പിക്കും. ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത കരിക്കുലം ആണ് CLIL. അപ്പോൾ ഈ CLIL എന്നുള്ള വാക്യം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് ആൻ അപ്രോച്ച് ടുവേർഡ്സ് ഇന്റഗ്രേഷൻ ഓഫ് സബ്ജക്ട്സ് വേർ സ്റ്റുഡൻസ് ലേൺ ദ സബ്ജക്ട് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ് അറ്റ് ദ സെയിം ടൈം. അപ്പം കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിൽ കോണ്ടന്റ് പഠിക്കും, ഒരു സെക്കൻഡ് ലാംഗ്വേജും പഠിക്കും എന്ന് മനസ്സിലാക്കുക. അതിന്റെ ഫസ്റ്റ് ഭാഗമാണ് 4Cs ഓഫ് ടീച്ചിങ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇവിടെ 4 Cകളാണ് പഠിപ്പിക്കേണ്ടത്. ഒന്ന് കോണ്ടന്റ് ആണ്, ദാറ്റ് ഇസ് ദ സബ്ജക്ട് മാറ്റർ. 2 കമ്മ്യൂണിക്കേഷൻ ആണ്, അത് സെക്കൻഡ് ലാംഗ്വേജിന്റെ ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ. ദെൻ കൊഗ്നിഷൻ ആൻഡ് കൾച്ചർ. ഈ കോണ്ടന്റ് പഠിപ്പിക്കുമ്പോഴും ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോഴും നമുക്ക് വരുന്ന സ്കില്ലുകളാണ് കൊഗ്നിഷൻ ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള തിങ്കിങ് പ്രോസസ്സ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അനാലിസിസ്, ഇവാലുവേഷൻ എന്നൊക്കെയുള്ള കുറേ സ്കില്ലുകളാണ് കൊഗ്നിഷനുമായി ബന്ധപ്പെട്ട് വരിക. ദെൻ കൾച്ചർ, നമ്മളൊരു ബീയിങ് എ ഗുഡ് സിറ്റിസൺ, എങ്ങനെ ഹൗ ടു ബിഹേവ്, ഹൗ ടു റെസ്പെക്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ സ്കില്ലുകൾ അതിൽ ഡെവലപ്പ് ചെയ്യണം. ഇങ്ങനെ 4Cs പഠിപ്പിച്ചാലുള്ള കോൺസിക്വൻസസ് എന്താണ്? അഥവാ കോണ്ടന്റ്, കമ്മ്യൂണിക്കേഷൻ, കോഗ്നിഷൻ ആൻഡ് കൾച്ചർ. ഫസ്റ്റ് വൺ, ലാംഗ്വേജ് ഓഫ് ലേണിംഗ് ആണ്. പഠനത്തിനൊരു ഭാഷ ഉണ്ടാകും. നമ്മൾ സയൻസ് പഠിക്കുകയാണെങ്കിലും അതിനൊരു ഭാഷ ഉണ്ടാവും. അതൊക്കെ ഇംഗ്ലീഷിലൊക്കെ, നമ്മളവിടുത്തെ പൊതുവെ നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിക്കുക. സോ ലിങ്ക് ദ കോണ്ടന്റ് ടു അനാലിസിസ് ഓഫ് ദ കോണ്ടന്റ് ആണ്. ഒരു കണ്ടന്റിനെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ അതിന്റെ കോണ്ടന്റിലേക്ക് അല്ലെങ്കിൽ അതിന്റെ സിറ്റുവേഷനിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു അനാലിസിസ് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുക. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കാൻ നടത്താം. ഇത് ലാംഗ്വേജ് ഫോർ ലേണിംഗ് ആണ്, ഈ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഷ. ദെൻ ബിൽഡ് ലേണർ സ്കിൽസ്, മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് എക്സെട്ര. ഒരു ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയുടെ കൂടെ നമുക്ക് ലാംഗ്വേജ് സ്കിൽസ്, കോഗ്നിറ്റീവ് സ്കിൽസ്, അങ്ങനെയുള്ള കുറേ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും. ദെൻ ലാംഗ്വേജ് ത്രൂ ലേണിംഗ്, സോ നോളജ് ബിൽഡിംഗ് ആൻഡ് സ്കിൽസ് ഡെവലപ്മെന്റ്. ഇവിടെ ലാംഗ്വേജിലൂടെ നമ്മൾ നോളജ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഒന്ന്, നമുക്ക് ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി ഒരു ഭാഷ ഉപയോഗിക്കാം. 2, ഭാഷ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഭാഷനെ തന്നെ അതിന് കൂടെ പഠിക്കുന്നു. 3, ഈ ലാംഗ്വേജ് ഉപയോഗിച്ച്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ച് സയൻസിലെ കണ്ടന്റുകൾ പഠിക്കാം അല്ലെങ്കിൽ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാം. ഇങ്ങനെ 3 കോൺസിക്വൻസ് ആണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഡിസിപ്ലിൻ, നമ്മുടെ സബ്ജക്റ്റ് പഠിക്കാൻ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഉപയോഗിക്കാം. 2, അതിന്റെ കൂടെ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാം. 3, ആ സെക്കൻഡ് ലാംഗ്വേജ് ഉപയോഗിച്ച് പുതിയ ആശയങ്ങളും അല്ലെങ്കിൽ സ്കില്ലുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യാം. ദെൻ CLIL കമ്പൈൻസ് ദ ഫോളോയിങ് എലമെന്റ്സ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കോണ്ടന്റ്, കമ്മ്യൂണിക്കേഷൻ, കോഗ്നിഷൻ, കൾച്ചർ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, 4Cs ആണ്. CLIL പിന്നെ നമുക്ക് 4 Cകളെ ആണ് പ്രാക്ടീസ് ചെയ്യാം.
കോണ്ടന്റ് നല്ല നോളജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കണ്ടന്റ് നോളജ് ഉണ്ടാക്കുക, നമ്മുടെ സബ്ജക്ട് പഠിക്കുക, സ്കിൽ ഉണ്ടാക്കുക. കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ ഹൗ ടു യൂസ് ലാംഗ്വേജ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ഇത്തരം മേഖലയിലൊക്കെ എക്സ്പേർട്ട് ആവുക. കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇവാലുവേഷൻ, അനാലിസിസ്, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിപരമായ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും. Then culture, that means exposure to understanding of others, understanding the society, understanding the culture, understanding our negatives and positives. Everything is under this. Okay. ഇപ്പൊ ഇതൊരു ഒരുപാട് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത് വേണ്ട. ഈ 4 C's ഏതൊക്കെയാന്നുള്ളതൊന്ന് നോക്കി വെക്കുക, അതെന്താന്നുള്ളത് മനസ്സിലാക്കുക. Then a CLIL topic planning framework. അപ്പൊ എങ്ങനെയാണ് CLIL മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു കരിക്കുലം ഫ്രെയിം ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്ലാനിങ് എന്തൊക്കെയാണ് നടക്കുക? ഇവിടെ മെഹിസ്റ്റോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. Bring out how cognition, content, communication and community can contribute to successful outcome in the classroom. എങ്ങനെയാണ് ഈ പറഞ്ഞ 4 Cകൾ, കൊഗ്നിഷനും കോണ്ടന്റും കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ കൾച്ചർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഒരു പഠനത്തിനെ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ലേണിംഗ് ഔട്ട്കം ക്രിയേറ്റ് ചെയ്യുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് കോണ്ടന്റ് ആണ്. കോണ്ടന്റ് മീൻസ് നമുക്കറിയാം ലേണിംഗ് ദ കോണ്ടന്റ് എന്നുള്ളത് തന്നെയാണ്. ആ സബ്ജക്റ്റിലുള്ള ആശയങ്ങൾ, അതിന്റെ ഉള്ളിലുള്ള പിന്നെ കാര്യങ്ങളെ പഠിച്ചെടുക്കാം. അത് തന്നെയാണ് ഒന്ന്. ഇത് സിമ്പിളായിട്ട് നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാനുള്ളതുള്ളൂ. 2 കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ലാംഗ്വേജിലൂടെ, സെക്കൻഡ് ലാംഗ്വേജിലൂടെ നമുക്കൊരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ നമ്മൾ ഏബിൾ ആവും. 3 കൊഗ്നിഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊഗ്നിറ്റീവ് സ്കില്ലുകൾ നമുക്ക് ഇമ്പ്രൂവ് ആകും. 4 കൾച്ചർ, ദാറ്റ് മീൻസ് നമ്മുടെ ഒരു സൊസൈറ്റിയുമായി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്റർ പേഴ്സൺസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ റെസ്പെക്ട് ചെയ്യാനും അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ പഠിക്കും. ഇങ്ങനെ 4 ബെനിഫിറ്റുകളാണ് അല്ലെങ്കിൽ 4 ഏരിയാസ് ആണ് CLIL കവർ ചെയ്യുന്നത്. ഓക്കെ, കോണ്ടന്റ്, കമ്മ്യൂണിക്കേഷൻ, കൊഗ്നിഷൻ ആൻഡ് കൾച്ചർ. Then how to use the 4 C's planning guide. എങ്ങനെയാണ് ഇതിനൊരു പ്ലാനിങ് ഗൈഡിനെ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്? ഒന്ന് സ്റ്റാർട്ട് വിത്ത് കോണ്ടന്റ് ആണ്. ദാറ്റ് മീൻസ് നമുക്കൊരു കൃത്യമായ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അല്ലെങ്കിൽ ടീച്ചിങ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അത് കൃത്യമായി ഡിഫൈൻ ചെയ്യാം. ഒരു കുട്ടി സയൻസ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ കൂടെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം, സയൻസിൽ എന്തൊക്കെ പഠിക്കണം, ഇംഗ്ലീഷിൽ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ്, ഒരു പ്ലാനിങ് ഉണ്ടാക്കുക. നമ്പർ 1. നമ്പർ 2, ലിങ്ക് ദ കോണ്ടന്റ് വിത്ത് കമ്മ്യൂണിക്കേഷൻ. ഈ കണ്ടന്റിനെ എങ്ങനെ സെക്കൻഡ് ലാംഗ്വേജിൽ പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഇംഗ്ലീഷ് ലാംഗ്വേജുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുക. അത്തരം ഒരു ലിങ്കിങ് പ്രോസസ് അവിടെ നടക്കണം. 3, എക്സ്പ്ലോർ തിങ്കിങ് സ്കിൽസ്. ഇതിൽ കുട്ടികൾക്ക് എന്തൊക്കെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം, അതിനെ കുറിച്ച് ചിന്തിക്കണം, അത് പ്ലാൻ ചെയ്യണം. അതിൽ ഡിസിഷൻ മേക്കിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഹയർ ഓർഡർ തിങ്കിങ്, ഇവാലുവേഷൻ, അനാലിസിസ്, ഇങ്ങനെ കുറെ ഹയർ ഓർഡർ തിങ്കിങ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യിപ്പിക്കാം. അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം. 4th വൺ, കണക്ട് കൾച്ചർ ത്രൂ ദ ടോപ്പിക്. ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ പാഠം പഠിക്കുമ്പോഴും അതിനൊക്കെ കുറച്ച് കണ്ടക്ട് അല്ലെങ്കിൽ കുറച്ച് മോറൽസ്, കുറച്ച് ബിഹേവിയർ, ഗുഡ് ബിഹേവിയർ, കുറച്ച് കൾച്ചർ, ഇതെന്ത് ചെയ്യണം, കുട്ടികൾക്ക് കിട്ടണം. സോ ഈ ഒരു 4 മേഖല കവർ ചെയ്തിട്ടാണ് 4C പ്ലാനിങ് ഗൈഡ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ 4C പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നീട് കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് അപ്രോച്ച് ഇൻ ക്ലാസ് റൂം ആണ്. കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് അപ്രോച്ച് നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇതിൽ 2 ടേംസ്, CBI കോണ്ടന്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ, 2 CLIL നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ്. സോ ഈ CLIL എന്നുള്ള ടേം കോയിൻ ചെയ്തത് ഡേവിഡ് മാർഷ് എന്ന് പറയുന്ന ആളാണ് അത്ര. സോ അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സബ്ജക്ട്സ് ആർ ടോട്ട് ത്രൂ എ ഫോറിൻ ലാംഗ്വേജ് വിത്ത് എ ഡുവൽ എയിം. എല്ലാ സബ്ജക്റ്റും എല്ലാ ഡിസിപ്ലിൻസിലും അവർക്കൊരു ഫോറിൻ ലാംഗ്വേജിലൂടെയാണ് അത് പഠിപ്പിക്കേണ്ടത്. ഇപ്പൊ സയൻസ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലാണ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ CA അല്ലെങ്കിൽ നമ്മളൊരു അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നതൊക്കെ ഒരു ഫോറിൻ ലാംഗ്വേജിലൂടെയാണ് എന്നാണ് അതിൽ പറയുന്നത്. അങ്ങനെ പഠിപ്പിക്കണം. അപ്പോൾ അതിനൊരു ഡുവൽ എയിം ഉണ്ടാവും, 2 ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഒന്ന് ലാംഗ്വേജ് ഇംപ്രൂവ് ആകും, 2 ഈ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എക്സ്പേർട്ട് ആവും. ഓക്കെ, അതിൽ ലേൺ ദ സബ്ജക്റ്റ് ആണ് ഫസ്റ്റ്. നമുക്ക് നമ്മുടെ ഏരിയ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള സബ്ജക്ട് പഠിക്കാം. ദെൻ ലേൺ ദ ഫോറിൻ ലാംഗ്വേജ്. അപ്പോൾ CLIL അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 2 എയിമാണ്, ഡുവൽ എയിം ആണ്. ഒന്ന് കോണ്ടന്റ് പഠിക്കുക, നമ്മുടെ സബ്ജക്ട് പഠിക്കുക. 2 ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക. ഫോറിൻ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ആസ് എ ടൂൾ ഇൻ ദ ലേണിംഗ് ഓഫ് നോൺ ലാംഗ്വേജ് സബ്ജക്ട്സ്.
ഈ ഇങ്ങനെ സബ്ജക്റ്റ് ഇല്ലാത്ത ഭാഷകൾ ഉണ്ടാവും. ഇപ്പൊ മാത്സ്, ഇംഗ്ലീഷ്, സോറി സയൻസ്, ഫിസിക്സ്, ഇതിനൊക്കെ അതിനായിട്ട് സബ്ജക്റ്റ് ഇല്ല. ബട്ട് അത് പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു സെക്കൻഡ് ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ മറ്റൊരു ലാംഗ്വേജിന്റെ ഹെൽപ്പോട് കൂടിയാണ്. സോ അതിനു വേണ്ടി നമുക്ക് ഫോറിൻ ലാംഗ്വേജിനെ ഉപയോഗിക്കാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫോറിൻ ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ലാംഗ്വേജിനാണ് കേട്ടോ. കാരണം ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജ് 3 തരം ഭാഷ ഉണ്ട്. ഇവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ളതാണ്. ഇനി CLIL ആസ് എ മെത്തഡോളജി ഓഫ് ടീച്ചിങ്. എന്താണ് ഇതിലുള്ള ടീച്ചിങ് മെത്തഡോളജി? നമ്മൾ 2 ഭാഷ പഠിപ്പിക്കണം, അതിനുള്ള ഒരു ടീച്ചിങ് മെത്തഡോളജിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റുകൾ, എന്താണ് ഇതിന്റെ ടീച്ചിങ് സ്ട്രാറ്റജീസ്? ഒന്ന്, ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു നോട്ട് ദ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് വിത്ത് സബ്ജക്ട് ടെക്സ്റ്റ് ബുക്ക്. അവരുടെ സ്റ്റുഡൻസ് ക്യാൻ നോട്ട് ദ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ്സ് കുട്ടികൾക്ക് എന്ത് പഠിക്കാം വിത്ത് സബ്ജക്ട് ടെക്സ്റ്റ് ബുക്ക്. അഥവാ ഒരു സയൻസ് ബുക്ക് പഠിച്ചാല് അതിലൂടെ ഭാഷയും കൂടി, ഇംഗ്ലീഷ് ലാംഗ്വേജും കൂടി പഠിക്കാം, സെക്കൻഡ് ലാംഗ്വേജും കൂടി പഠിക്കാം. നമ്മള് അക്കൗണ്ടൻസി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അക്കൗണ്ടൻസി പഠിക്കാം, കൂടെ അത് ഇംഗ്ലീഷിലായതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം. അതാണ് ഒന്ന്. 2, എൻകറേജ് ദ ലേണേഴ്സ് ടു ഐഡന്റിഫൈ ലാംഗ്വേജ് ഡ്യൂറിങ് കോണ്ടന്റ് റീഡിങ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ഒരു സെക്കൻഡ് ലാംഗ്വേജിനെ ഐഡന്റിഫൈ ചെയ്യും, സെക്കൻഡ് ലാംഗ്വേജിനെ അക്വയർ ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്. നേരത്തെ പറഞ്ഞ പോയിന്റ് റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ. ദർ ഈസ് ഓപ്പർച്യൂണിറ്റി ഫോർ ലാംഗ്വേജ് അക്വിസിഷൻ. ഇത് റിപ്പീറ്റേഷൻ ആണ്. അഥവാ ഒരു കോണ്ടന്റ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ കൂടെ ഇംഗ്ലീഷും കൂടി പഠിക്കാം. ആ ഒരു ബെനിഫിറ്റ് ആണ്. അതിങ്ങനെ ആ ഒരു ഒറ്റ പോയിന്റ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഓക്കെ, ലാംഗ്വേജ് ഈസ് ഡിറൈവ്ഡ് ഫ്രം അക്കാഡമിക് കോണ്ടന്റ്. ഇതിനെ വേറൊരു തലത്തിലേക്ക് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അക്കാഡമിക് കോണ്ടന്റ് അഥവാ നമ്മൾ പറഞ്ഞ ഈ ഒരു സയൻസ്, കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, ആ സബ്ജക്റ്റിന് കൂടെ ഭാഷ കൂടി പഠിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ അതേ പോയിന്റുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്. ഓക്കെ, ദെൻ പ്രിവലൻസ് ഓഫ് കോണ്ടന്റ് റിലേറ്റഡ് വെക്കാബുലറി. നമുക്കറിയാം, ഒരു സയൻസ് പഠിച്ചു അല്ലെങ്കിൽ MBBS പഠിച്ചാല് ആ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറേ ടേംസ് നമുക്ക് ഉണ്ടാവും. നമുക്ക് ഒരുപാട് വെക്കാബുലറീസ് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സബ്ജക്ട് ഒരു സ്പെസിഫിക് ടേംസ് ഇല്ലേ? നിങ്ങൾ പഠിച്ച ഡിപ്പാർട്ട്മെന്റിൽ ടേംസ് പഠിക്കാനുണ്ടാവില്ലേ? കോമേഴ്സ് അവരുടെ 2 ടേംസ് പറയും. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലാത്ത ബാക്കിയുള്ള ആളുകൾക്ക് അവരുടെ ടേംസ് പറയൂ. ഇംഗ്ലീഷിൽ ബക്കൽ കവിറ്റി പറയും ഞങ്ങൾ, ഇംഗ്ലീഷിൽ മൗത്ത് പറയും ഞങ്ങൾ, ബക്കൽ കവിറ്റി പറയും സയൻസ്. ഓക്കെ, സയൻസ് ആരെ വേറെ. കൊമേഴ്സ് കോമേഴ്സിന് ഇവിടെ ഇഷ്ടം പോലെ ആളുണ്ട്. എന്നിട്ട് ഒരാളും ഇല്ല ഇതില്. മാത്സ്, കൊമേഴ്സ് ആരുമില്ലേ? നിങ്ങൾക്ക് ക്ലയന്റ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, ഇങ്ങനൊക്കെ ഉള്ള കുറെ സാധനങ്ങളില്ലേ? ടാലി, ഇൻകം ടാക്സ്, ഞങ്ങൾ പറയണം ടാക്സ്, ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളില്ലേ? എന്താ അതിന് കോമേഴ്സുകാരില്ലേ? ഭയങ്കര മോശമായി പോട്ടോ. കോമേഴ്സുകാരൊക്കെ നമുക്ക് ഗ്രൂപ്പിലൊന്ന് ഓരോന്ന് കാണണം. സയൻസ് മാത്രം പ്രതികരിച്ചോളൂ കേട്ടോ. സോ എനിവേ, ലാംഗ്വേജ് ഈസ് ഫോർ ഡെവലപ്പിംഗ് കോഗ്നിറ്റീവ് സ്കിൽസ്. നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ കുട്ടിന്റെ കോഗ്നിറ്റീവ്, ബുദ്ധിപരമായ വളർച്ച അവിടെ സംഭവിക്കുന്നു. ലാംഗ്വേജ് ഫോർ ഡെവലപ്പിംഗ് സ്കിൽസ്, ദാറ്റ് ഈസ് ഫൈൻഡിങ്, ഇന്റർപ്രറ്റിംഗ്, അനലൈസിങ്, കാറ്റഗറൈസിങ് ഇൻഫർമേഷൻ എക്സെട്ര. അങ്ങനെ കുട്ടിക്ക് പലത് കണ്ടെത്താനും, ഫൈൻഡ് ചെയ്യാനും, അനലൈസ് ചെയ്യാനും, കാറ്റഗറൈസ് ചെയ്യാനും, ക്ലാസിഫൈ ചെയ്യാനും, ക്രിട്ടിസൈസ് ചെയ്യാനും, അനലൈസ് ചെയ്യാനും, അങ്ങനെയുള്ള കുറേ സ്കില്ലുകൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുമെന്നാണ്. ദെൻ ലാംഗ്വേജ് ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസ് ടു ബ്രൗസ് ദ കോണ്ടന്റ്. ഒരു ഭാഷ ഉണ്ടെങ്കിലേ ഉള്ളൂ കുട്ടികൾക്ക് അവരുടെ ആ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോ സൈക്കോളജി പഠിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഒക്കെ എന്താണെങ്കിലും ഒരു ലാംഗ്വേജിലാണല്ലോ അത് ബ്രൗസ് ചെയ്യണത്, ലാംഗ്വേജിലാണ് സെർച്ച് ചെയ്യണത്. ദെൻ വൈൽ യൂസിങ് CLIL കീപ് ഇൻ മൈൻഡ്, ചില കാര്യങ്ങൾ മനസ്സിൽ വെക്കണം എന്നാ പറയണേ. ഒന്ന്, ലിസണിങ് ഈസ് യൂഷ്വലി ആൻ ഇൻപുട്ട് ആക്ടിവിറ്റി വൈറ്റൽ ഫോർ ലാംഗ്വേജ് ലേണിംഗ്. എല്ലാ ലാംഗ്വേജ് ലേണിങ്ങിനും ഒന്നാമത്തെ സ്റ്റെപ്പ് ലിസണിങ് ആണ്. അത് വൈറ്റൽ ആണ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. 2, റീഡിങ് യൂസിങ് മീനിങ്ഫുൾ കോണ്ടന്റ് ഈസ് ദ ചീഫ് സോഴ്സ് ഓഫ് ഇൻപുട്ട്. മീനിങ്ഫുൾ കോണ്ടന്റ് വായിക്കണം. നല്ല നല്ല കണ്ടന്റുകൾ, നല്ല നല്ല സബ്ജക്ട് ഏരിയാസ്, നല്ല ബുക്കുകൾ, നല്ല കോണ്ടന്റ് വായിച്ചാലാണ് അത് ലാംഗ്വേജിന് ഇൻപുട്ട് ആവുക. 3, സ്പീക്കിംഗ് ഫോക്കസ് പ്രൈമർലി ഓൺ ഫ്ലുവൻസി റാദർ ദാൻ അക്യുറസി. ഒരാളെ സ്പീക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് അവന്റെ ഫ്ലുവൻസി പിന്നെ എന്ത് ചെയ്യാനാണ്? കൂട്ടാനാണ്. ഓക്കെ, അക്യുറസിനേക്കാൾ
സ്പീക്ക് ചെയ്യുന്നത് ഫ്ലുവൻസി വർദ്ധിപ്പിക്കാനാണ്. 4 റൈറ്റിംഗ് ഈസ് സീരീസ് ഓഫ് ലെക്സിക്കൽ ആക്ടിവിറ്റീസ് ത്രൂ വിച്ച് ഗ്രാമർ ഈസ് റീസൈക്കിൾഡ്. എഴുതിയാല് റൈറ്റിംഗിൽ ഒരാൾക്ക് കൂടുതൽ ഭാഷയുടെ ലെക്സിക്കൽ ഫീച്ചേഴ്സ് ആണ്, അഥവാ അതിന്റെ വേർഡ് സ്ട്രക്ചർ, മീനിങ് അല്ലെങ്കിൽ ഗ്രാമർ, ഇങ്ങനെയുള്ള കുറെ ഭാഗങ്ങളാണ് ഡെവലപ്പ് ചെയ്യുക. അപ്പം ലിസണിങ് ആണ് ഫസ്റ്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. റീഡിങ് എന്തിനുള്ളതാണ്? മീനിങ് ഫുൾ കോണ്ടന്റ് റീഡ് ചെയ്യണം, അതൊരു ഇൻപുട്ടാണ്. സ്പീക്കിംഗ് ഫ്ലുവൻസി വർദ്ധിപ്പിക്കാനാണ്. റൈറ്റിംഗിൽ ഗ്രാമാറ്റിക്കൽ ഓർ ലാംഗ്വേജിന്റെ റൂൾസും ബാക്കി കാര്യങ്ങളുമാണ് ഇംപ്രൂവ്ഡ് ആവുക. ഇനി ടൈപ്സ് ഓഫ് CLIL, ഈ ഒരു മെത്തേഡിന്റെ ടൈപ്സ് ആണ്. അക്കോർഡിംഗ് ടു ബെൻലി, ഒന്ന് സോഫ്റ്റ് CLIL, ഹാർഡ് CLIL, മോഡുലാർ CLIL, ഇങ്ങനെ 3 ടൈപ്സ് ആണ് പറയുന്നത്. സോഫ്റ്റ് CLIL, സം കോമൺ ടോപ്പിക്സ് ആർ ടോട്ട് ഡ്യൂറിങ് എ ലാംഗ്വേജ് പീരീഡ്, അഥവാ പിന്നെ ലാംഗ്വേജിന്റെ പീരീഡിൽ കുറച്ച് കോമൺ ടോപ്പിക്കുകൾ പഠിപ്പിക്കും. സയൻസിന്റെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ലാംഗ്വേജിനുള്ള ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് കൂടുതൽ എന്ത് ചെയ്യും, നമ്മുടെ ടോപ്പിക്കിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും. ഹാർഡ് CLIL 50% ഓഫ് ടൈം അലോക്കേറ്റഡ് ഫോർ ദ കരിക്കുലം ആൻഡ് 50% ഫോർ ദ ലാംഗ്വേജ്. ലാംഗ്വേജിനെ 50-50 ആണ്. 50% നമ്മൾ വിഷയം പഠിക്കും, 50% ലാംഗ്വേജ് പഠിക്കും. Then modular CLIL, subject teachers select topics from the subject syllabus which they teach in target language. കൂടുതലായിട്ട് എന്തുണ്ടാവുക, പിന്നെ ടാർഗറ്റ് ലാംഗ്വേജ് ഇതുണ്ടാവുക, ഇത് സബ്ജക്ട് എലമെന്റ്സ് ഉണ്ടാവുക. സോ അവരെന്ത് ചെയ്യും, സബ്ജക്ട് ടീച്ചേഴ്സ് സെലക്ട് ടോപ്പിക്സ് ഫ്രം ദ സബ്ജക്ട് സിലബസ്. അവരുടെ സബ്ജക്ട് സിലബസ് സബ്ജക്ട് ടീച്ചേഴ്സ് സെലക്ട് ചെയ്യും, ടീച്ചിങ് ടാർഗറ്റ് ലാംഗ്വേജ്. പക്ഷെ അത് ടാർഗറ്റ് ലാംഗ്വേജിൽ പഠിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ഒന്നാമത്തേൽ എന്തുണ്ട്, കുറച്ച് ലാംഗ്വേജിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. സോഫ്റ്റ് CLIL കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് ലാംഗ്വേജിന് അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജിന്, ടാർഗറ്റ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഹാർഡ് CLIL 50-50 ആണ്. മോഡുലാർ CLIL സബ്ജക്റ്റിനാണ് പ്രാധാന്യം. സബ്ജക്റ്റ് ഒരു ടാർഗറ്റ് ലാംഗ്വേജിൽ പഠിപ്പിക്കും, കൂടെ ആ ഭാഷ കൂടി അവിടെ പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ 3 ടൈപ്സ് ഓഫ് CLIL ആണ് ഉള്ളത്. ഓക്കെ, അക്കോർഡിംഗ് ടു ബെൻലി. Then according to Davies, there are 3 models of CLIL. 1 shared model, 2 adjunct model, 3 theme based model. അതിൽ ഷെയർഡ് മോഡൽ പറയുന്നത് സബ്ജക്ട് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ലാംഗ്വേജ് ടീച്ചർ വർക്ക് ടുഗദർ. നമ്മുടെ ലാംഗ്വേജ് ടീച്ചറും സബ്ജക്ട് ടീച്ചറും എന്ത് ചെയ്യും, ഒരേപോലെ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഷെയർഡ്. അപ്പോൾ ഏകദേശം 50-50 അല്ലെങ്കിൽ 2 പേരും സഹകരിച്ച് നമ്മൾ പഠിപ്പിക്കും, അല്ലെങ്കിൽ 2 സബ്ജക്റ്റുകളും ഒരേപോലെ പഠിക്കാനുണ്ടാവാം. ദെൻ അഡ്ജങ്ക് മോഡലിൽ ലാംഗ്വേജ് ടീച്ചർ പ്രിപ്പയർസ് ക്ലാസ്സസ്. ഇവിടെ ലാംഗ്വേജ് ടീച്ചർക്കാണ് കൂടുതൽ എന്തുള്ളത്, ഫോക്കസ് ഉള്ളത്. 3 തീം ബേസ്ഡ് മോഡൽ ആണെങ്കിൽ ടീച്ചർ ടീച്ചേഴ്സ് ഓൺ ഹിസ് ഓൺ ടു ഓപ്പൺ ആൻഡ് കൺസ്ട്രക്ട് അപ്പോൺ ദ സ്റ്റുഡൻസ് ഓൺ ഇൻട്രസ്റ്റ്. ഒരു ടീച്ചറാണ് അവിടെ, ടീച്ചേഴ്സ് ഹിസ് ഓൺ മെത്തേഡ്സ്, അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ത് ചെയ്യും, ആ ടീച്ചറുടെ പിന്നെ ടോപ്പിക്കുകൾ, ടീച്ചർ സെലക്ട് ചെയ്യുന്ന കണ്ടന്റുകൾ പഠിപ്പിക്കും. ബട്ട് കൺസ്ട്രക്ട് അപ്പോൺ സ്റ്റുഡൻസ് ഓൺ ഇൻട്രസ്റ്റ്, അതിന് കുട്ടികളുടെ ഒരു താല്പര്യം കൂടി നോക്കും. ഒരു പക്ഷേ ലാംഗ്വേജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം, ചിലപ്പോൾ സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അങ്ങനെയുള്ള ഒരു തീം ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇത് സ്റ്റുഡന്റ് ഓറിയന്റഡ് ആണ്. ഇങ്ങനെ ഒരു 3 മോഡൽ കൂടി ഇവിടെ അക്കോർഡിംഗ് ടു ഡേവീസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് കടന്നു പോകണേ ഉള്ളൂ കേട്ടോ. ദെൻ ലേണിംഗ് ടൈപ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. ഇനി ഇതിലുള്ള CLIലുള്ള ലേണിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ്. 1, ഇറ്റ് കോൺസെൻട്രേറ്റ് മോർ ഇൻ ഇൻക്രീസിങ് ഇന്ററാക്റ്റീവ് അവയർനെസ്. കുട്ടികൾക്ക് ഒരു ഇന്ററാക്റ്റീവ് സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവണം. അതേപോലെ തന്നെ കോണ്ടന്റ് നോളജ് അവർക്ക് ഉണ്ടാവണം, ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടാവണം, കോഗ്നിറ്റീവ് സ്കിൽ ഉണ്ടാവണം ത്രൂ കോണ്ടന്റ് നോളജ്. അപ്പം കണ്ടന്റ് പഠിക്കും വേണം, എന്നാൽ അതിലൂടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും വേണം. അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുക. ഇന്ററാക്റ്റീവ് മെത്തഡോളജി എനേബിൾ സ്റ്റുഡൻസ് ടു എക്സ്പ്ലോർ ദ കോണ്ടന്റ് ആൻഡ് അക്വയർ ലാംഗ്വേജ് എബിലിറ്റി. അപ്പോൾ ഒരു ഇന്ററാക്റ്റീവ് മെത്തഡോളജിയാണ് അവിടെ, പരസ്പരമുള്ള കുട്ടികൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് ഉള്ള ഒരു ആക്ടിവിറ്റീസിലൂടെ ഉള്ള പഠനമാണ്. സോ ദാറ്റ് എനേബിൾ സ്റ്റുഡൻസ് ടു എക്സ്പ്ലോർ ദ കോണ്ടന്റ്. ആ ഇന്ററാക്ഷനിലൂടെ കുട്ടികൾ നമ്മുടെ സബ്ജക്ട് ഏരിയാസ് പഠിക്കുകയും ചെയ്യും, ആൻഡ് അക്വയർ ലാംഗ്വേജ് എബിലിറ്റി, കൂടെ ഭാഷയും കൈകാര്യം ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞ ഒരു ഫിസിക്സിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തിൽ പരീക്ഷണം ചെയ്യണം,
ആ പരീക്ഷണം കുട്ടികൾ തമ്മിൽ ഇന്ററാക്ഷനോട് ചെയ്യും. ആ ഇന്ററാക്ഷൻ എന്നുള്ളത് ഇംഗ്ലീഷിലായിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജിലായിരിക്കും. സോ അവർ പരീക്ഷണം പഠിക്കും, അല്ലെങ്കിൽ അവർ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കും, കൂടെ ഭാഷയും പഠിക്കും. തേർഡ്, അഡോപ്റ്റ് ടീച്ചിങ് സ്ട്രാറ്റജീസ് സച്ച് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ഇവിടെ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, ഒരു ചെറിയ പ്രോജക്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. കുട്ടികൾ അതിൽ റിസർച്ച് നടത്തി ഇന്ററാക്ട് ചെയ്ത് എൻക്വയറി ലേണിംഗ് ഒക്കെ നടത്തി അവർ ആ ടോപ്പിക് പഠിക്കുകയാണ്. സോ അവർ ആ ഒരു കോണ്ടന്റ് പഠിക്കുന്നു, കൂടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നു. Then problem based learning, that means gives a problem to the students and let them study the problem and find solutions. They can use the target language to study the topic. Okay. Then last, promotes group, pair activity, class quiz, etc. So collaborative learning strategies are promoted. കുട്ടികൾ കൂട്ടമായിരുന്നു പഠിക്കണം, എങ്കിലാണ് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, ഇന്ററാക്ഷൻ ഉണ്ടാവുക. ആ ഇന്ററാക്ഷൻ ആണ് ദേ ലേൺ ദ സെക്കൻഡ് ലാംഗ്വേജ്, ദേ ലേൺ ദ ഫോറിൻ ലാംഗ്വേജ്. ഓക്കെ, അതിലൂടെ ഒരു കോണ്ടന്റ് പഠിക്കണം, കൂടെ ഭാഷയും പഠിക്കണം. ഇതാണ് ലേണിംഗ് ടൈപ്സ് ഓർ ആക്ടിവിറ്റീസ് എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ 2 ഭാഷകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചാൽ എന്താണ് ബെനിഫിറ്റ്? CLIL-ന്റെ ബെനിഫിറ്റ്സ് ആണ് അപ്രോച്ചിങ് ക്ലാസ് റൂം ടീച്ചിങ്. ഒരു 3-4 ബെനിഫിറ്റുകൾ പറയുന്നുണ്ട്. ഒന്ന്, ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടാർഗറ്റ് ലാംഗ്വേജ്. നമ്മൾ ഇംഗ്ലീഷിലാണ് കുട്ടികൾ പഠിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ചധികം കുട്ടികൾക്ക് പ്രാവീണ്യം ഉണ്ടാവും എന്നുള്ളതാണ് ഒന്ന്. 2, മാസ്റ്ററി ഇൻ സബ്ജക്ട് കോണ്ടന്റ്. അവരൊരു സെക്കൻഡ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഇന്ററാക്ഷനിലൂടെ കൊളാബറേറ്റ് ചെയ്ത് ഗ്രൂപ്പ് വർക്കിലൂടെ പ്രൊജക്ട് മെത്തേഡിലൂടെ പ്രോബ്ലം സോൾവിങ്ങിലൂടെ ഒക്കെ പഠിച്ചു വന്നാൽ അവർക്ക് എന്തുണ്ടാവും, കോണ്ടന്റ് നോളജ് ഉണ്ടാകും എന്നുള്ളതാണ് 2. 3, ഇംപ്രൂവ്ഡ് സോഷ്യൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. ഈ കണ്ടന്റ് പഠിക്കുന്നതിലൂടെ, ഭാഷ പഠിക്കുന്നതിലൂടെ അവർക്ക് ഇന്റലക്ച്വൽ ഓർ ക്രിട്ടിക്കൽ ഓർ കോഗ്നിറ്റീവ് സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യും. 4, എ സ്ട്രോങ്ങർ ആൻഡ് മോർ ഫ്ലെക്സിബിൾ ബ്രെയിൻ. കാരണം ടാർഗറ്റ് ലാംഗ്വേജ് പഠിക്കുന്നു, കൂടുതൽ കോണ്ടന്റ് പഠിക്കുന്നു, നമ്മളൊരു പ്രത്യേക സബ്ജക്ട് പഠിക്കുന്നു. സോ അവരുടെ ബ്രെയിൻ ഫ്ലെക്സിബിൾ ആകും, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫാസ്റ്റ് ആകും എന്നൊക്കെയുള്ള ബെനിഫിറ്റുകളാണ് ഇതിൽ പറഞ്ഞു വെച്ചത്. ഈ CLIL-ന്റെ ഒരു ബെനിഫിറ്റ് ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിലുള്ള അതേ പോയിന്റ് എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. യു ക്യാൻ ആഡ് യുവർ ഓൺ പോയിന്റ്സ്. ഒരു ഭാഷയും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു കുട്ടി സയൻസ് പഠിച്ചാൽ എന്തൊക്കെ ഗുണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു കുട്ടി ഫിലോസഫി പഠിച്ചാൽ എന്താണ് ഗുണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഭാഷാപരമായിട്ടുള്ള അറിവുണ്ടാവും, സബ്ജക്ട് പരമായിട്ടുള്ള അറിവുണ്ടാവും. സോ ഈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എഴുതിയാൽ അതിനുള്ള ആൻസർ ആകും. കേൾക്കുന്നുണ്ടോ? ഇതിലെ നിങ്ങളുടെ ഇങ്ങനെ കുറെ ഡിസ്കസ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാട്ടോ പറഞ്ഞു പോണത്. ഇനി നമ്മളിപ്പോ ഒരു 4 എത്ര അഡ്വാൻറ്റേജ് കണ്ടത്? ഒരു 4 അഡ്വാൻറ്റേജ് കണ്ടപ്പോ അതിന് 16 ഡിസഡ്വാൻറ്റേജ്. അപ്പൊ ഒരു അഡ്വാൻറ്റേജിന് എത്ര ഡിസഡ്വാൻറ്റേജ് ഉണ്ട്? 4. ആരാണ് ആൻസർ പറഞ്ഞത്? ഫാത്തിമ. ഫാത്തിമ. വേറെ ആരും ക്ലാസ്സിലില്ലേ? എനിക്ക് തോന്നുന്നത് കുറെ ആളുകൾ ഇന്ന് പുറത്തായിരിക്കും. ആരാണ് ജസ്റ്റാണ് പറഞ്ഞത്? ഞാൻ ഇവിടെ ഉണ്ട് സർ. 4 ഗുണത്തിന് 16 4 അഡ്വാൻറ്റേജിന് 16 ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്ന് അങ്ങനത്തെ ആൻസർ പറയാത്ത? ഫാത്തിമ പറഞ്ഞല്ലോ സാർ, അപ്പൊ അതുകൊണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്തൊരു ചോദ്യത്തിന് ആൻസർ ഇനി ഫാത്തിമ പറയുന്നത് കേട്ടോ, വേറെ ആരും പറഞ്ഞാൽ മതിയേ. ഫാത്തിമക്ക് നമുക്കൊരു സൈലൻസ് പണിഷ്മെന്റ് കൊടുക്കാം നമുക്ക്. സോ ഇതിൽ അങ്ങനെ റേഷ്യോ കാണാനൊന്നുമല്ല കേട്ടോ, വെറുതെ തമാശക്ക് പറഞ്ഞതാണ്. സോ അവിടെ കുറച്ച് അഡ്വാൻറ്റേജ് പറഞ്ഞു, ഇതിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര സംഭവമാക്കാനൊന്നുമില്ല. ഒന്ന്, ടെർമിനോളജി ഓഫ് ദ കോണ്ടന്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട്. അഥവാ ഒരു ഭാഷയും ഒരു സബ്ജക്റ്റും കൂടി പഠിക്കണം. അപ്പൊ ആ ഒരു പഠിക്കുന്ന പ്രോസസ്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയേക്കാം. ഇവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? ടൈം ടു ബി അലോൺ, ടേക്ക് ഇറ്റ് ടു ബി ടീച്ചിങ് ഓഫ് വെക്കാബുലറി. എന്നുവെച്ചാല് മോസ്റ്റ് ഓഫ് ദ ടൈം കുറെ സമയം എന്ത് ചെയ്യും, വെക്കാബുലറി പഠിപ്പിക്കാനും ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കാനും നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ഓക്കെ, ആ ഒരു പോയിന്റ് ഡിറ്റ് ചെയ്യാനുള്ളതാണ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദ റൈറ്റ് ബാലൻസ് ബിറ്റ്വീൻ ഫോക്കസ് ഓൺ കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ്. അഥവാ നമ്മൾ ഭാഷ പഠിക്കണോ കോണ്ടന്റ് പഠിക്കണോ, ഇത് തമ്മിലുള്ള ബാലൻസിൽ ഒരു ചെറിയ പ്രശ്നം വന്നേക്കാം. 3, ഇൻഅഡിക്വേറ്റ് CLIL മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ്. കൃത്യമായിട്ട് ഇതിന് വേണ്ട മെറ്റീരിയൽസും റിസോഴ്സസും കിട്ടാതെ പോയേക്കാം. ഒന്നുകിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഭാഷ മാത്രം പഠിക്കും, അല്ലെങ്കിൽ കോണ്ടന്റ് മാത്രം പഠിക്കും. ശരിക്കും ഇപ്പൊ സയൻസ് പഠിക്കും വേണം, കൂടെ ഭാഷയും കിട്ടണം, അതാണ് പ്രശ്നം. സോ അതിന് വേണ്ട കോണ്ടന്റുകൾ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസിന്റെ ഒരു ലാക്ക് ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ്
ഉണ്ടായേക്കാം. ദാറ്റ് ക്യാൻ ബി എ സീരിയസ് പ്രോബ്ലം ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ലെസൺ പ്ലാൻ. അങ്ങനെ കൃത്യമായ ഒരു സ്റ്റഡി മെറ്റീരിയൽ കിട്ടാത്തത് നമുക്ക് ലെസൺ പ്ലാനിങ്ങിൽ ബാധിച്ചേക്കാം. 4 ഡിഫിക്കൽട്ട് ടു സെലക്ട് സൂട്ടബിൾ കോണ്ടന്റ്. കൃത്യമായി പറ്റുന്ന കോണ്ടന്റുകൾ എടുത്തു വെക്കുക എന്ന് പറയുന്നത് റിസ്ക് ആണെന്ന്. 5 ഇറ്റ് അപ്രോച്ചസ് lack of linguistic competence in L2. Okay. So CLIL approach lacks linguistic competence. Second language, L2 means second language. Second language competence ആ ഒരു ലിംഗ്വിസ്റ്റിക് കഴിവ്, ഭാഷാപരമായ കഴിവ് കുറഞ്ഞു വന്നേക്കാം, ലാക്ക് ചെയ്തേക്കാം. Then language is earned lexically rather than grammatically. പലപ്പോഴും എഴുത്തുകളാണല്ലോ, എഴുത്ത് വായന ഉണ്ടാവുക. സോ എഴുത്ത് വായനയാകുമ്പോൾ കൂടുതൽ ലെക്സിക്കൽ ഫീച്ചേഴ്സ് ആണ് കുട്ടികൾക്ക് കിട്ടുക. പിന്നെ അതിന്റെ വേർഡ് ഓർഡർ, വേർഡ് സ്ട്രക്ചർ, വേർഡ് മീനിങ് ഇതൊക്കെ കിട്ടുക ദാൻ ഗ്രാമാറ്റിക്കലി എന്ന് പറയുന്നത്. അതോ കൃത്യമായ ഗ്രാമർ അവിടെ പഠിക്കണമെന്ന് ഇല്ല. കുട്ടികൾക്ക് വേർഡ് മീനിങ്, വേർഡ് ഓർഡറും സെന്റൻസ് സ്ട്രക്ചറും കിട്ടിയേക്കാം. അതിനപ്പുറത്തേക്കുള്ള ഗ്രാമാറ്റിക്കൽ റൂൾസുകൾക്ക് ആ കുട്ടി കിട്ടാതെ പോയേക്കാം. Then 7 students may find CLIL is not explicitly focused on language teaching, language learning. അഥവാ സയൻസ് പഠിക്കുമ്പോൾ കുട്ടി ഭാഷനെ അത്ര മൈൻഡ് ചെയ്യാതിരിക്കുക. അതിപ്പോ എന്തിനാ ഭാഷ പഠിക്കുന്നത്, ഇങ്ങനെ സബ്ജക്ട് പഠിഞ്ഞാൽ പോരെ എന്നൊരു ചിന്തയൊക്കെ വരാം. ആൻഡ് വെരി ഓഫൺ സബ്ജക്ട് ടീച്ചേഴ്സ് ഡു നോട്ട് ഹാവ് ദ റിക്വയർഡ് ലാംഗ്വേജ് ലെവൽ ടു ടീച്ച് ദ കോണ്ടന്റ്. ചിലപ്പോ ഈ പറഞ്ഞ ഫിസിക്സ് ടീച്ചർക്ക് ഇംഗ്ലീഷിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല, ഇംഗ്ലീഷ് ബാക്കിലായിരിക്കും. അത് കുട്ടികളെ ബാധിക്കും. 9 ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം നമുക്ക് സബ്ജക്ട് പഠിപ്പിക്കണം, ലാംഗ്വേജ് പഠിപ്പിക്കണം, അത് ടൈം കൺസ്യൂമിംഗ് ആണ്. 10 കോംപ്ലക്സിറ്റി ഇൻ ദ കോണ്ടന്റ് മേ ലീഡ് ടു ദ യൂസ് ഓഫ് മദർ ടങ് ഇൻ ദ ക്ലാസ് റൂം. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാനും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായാലും നമ്മൾ എന്ത് ചെയ്യും, നേരെ മദർ ടങ് എടുക്കും. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, ആ സെക്കൻഡ് ലാംഗ്വേജ് പഠിയില്ല, മദർ ടങ്ങിൽ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങാം. അതൊരു നെഗറ്റീവാണ്. 11 ഇറ്റ് ഇൻവോൾവ്സ് ഹൈ ഇന്റലക്ച്വൽ ഇൻവോൾവ്മെന്റ്. ഒരു കുട്ടിക്ക് ടാർഗറ്റ് ലാംഗ്വേജ് പഠിക്കണം, കൂടെ കോണ്ടന്റ് പഠിക്കണം, അല്ലേ? മുമ്പ് ചില ഇതിൽ പറയാറുണ്ട്, അത് മലയാളത്തിലാണെങ്കിൽ എത്ര നന്നായേനെ, മലയാളത്തിലാകുമ്പോൾ നമുക്ക് ആ കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതിയല്ലോ എന്ന് പറയാറുണ്ട്. സോ സെക്കൻഡ് ലാംഗ്വേജ് ടഫായി തോന്നുന്ന ഒരാളെ സംബന്ധിച്ചത് നെഗറ്റീവ് ആണ്. ദെൻ അസസ്മെന്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് കോണ്ടന്റും അസസ് ചെയ്യണം, ലാംഗ്വേജ് ഫ്ലുവൻസിയും അസസ് ചെയ്യണം. രണ്ടും കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടായേക്കാം. 13 നീഡ് സ്പെഷ്യൽ ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് സ്പെഷ്യൽ ട്രെയിനിങ് വേണം, കാരണം തന്റെ സബ്ജക്ട് പഠിപ്പിക്കണം, ലാംഗ്വേജും പഠിപ്പിക്കണം. 14 ഇറ്റ് ഡസ് നോട്ട് മോട്ടിവേറ്റ് ഓൾ സ്റ്റുഡൻസ് ടു ലേൺ എ സെക്കൻഡ് ലാംഗ്വേജ്. എല്ലാവരും അതൊരു ഭാഷ പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് പരിഗണിക്കണമെന്നില്ല. അത് വെറും കോണ്ടന്റ് മാത്രം പഠിക്കണേ അല്ലെങ്കിൽ സബ്ജക്ട് മാത്രം പഠിക്കണതായിട്ട് കുട്ടികൾ പരിഗണിച്ചേക്കാം. 15 മോസ്റ്റ്ലി ഇംപ്ലിമെന്റഡ് ഇൻ സെക്കൻഡറി സ്കൂൾ ആൻഡ് ലേണേഴ്സ് ഡു നോട്ട് റിക്വയർ ടു ബി പ്രൊഫഷൻ ഇൻ L2. ഇത് കൂടുതലായിട്ട് സെക്കൻഡറി സ്കൂളുകളിലാണ് ഇത്ര ഇംപ്ലിമെന്റ് ചെയ്യണത്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കുട്ടികൾക്ക് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വലിയ പ്രൊഫഷൻസിനൊന്നും ആവശ്യമില്ല എന്ന് പറയണേ. കാരണം സബ്ജക്ട് എക്സ്പേർട്ട് ആയാൽ മതി, ലാംഗ്വേജ് കുറച്ച് ബാക്കായാലും കുഴപ്പമില്ല എന്നുള്ളിടത്താണ് ഉള്ളത് എന്നാണ്. 16 there is no clear reference to teach any specific subject. പ്രത്യേകിച്ചൊരു റെഫറൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഗൈഡ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് അതൊക്കെ ഈ ഒരു മേഖലയിൽ കുറവാണ്. കാരണം ഒന്നുകിൽ സബ്ജക്റ്റുള്ളതാ കിട്ടുക അല്ലെങ്കിൽ ലാംഗ്വേജുള്ളതാ കിട്ടുക. രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച ഒരു സാധനം കിട്ടല് ബുദ്ധിമുട്ടാണ് എന്നാണ് ഡിസഡ്വാൻറ്റേജിൽ 16 പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി CLIL എന്നുള്ള ആ ഒരു ലോകം കഴിഞ്ഞു. 2 ഭാഷകൾ പഠിക്കുന്ന പരിപാടി നമ്മൾ ഇതോടുകൂടി നിർത്തി. ഓക്കെ, ഇനി എൻറ്റയർലി നമ്മൾ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. NCF-നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹലോ, am I audible? Yes, sir. NCF-നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല സർ. കേൾക്കരുത്, അതന്നെ എനിക്ക് വേണ്ടത്. എനിക്ക് എന്തെങ്കിലും പറഞ്ഞുതരാലോ? ഒന്നുമില്ല, നാഷണൽ ലെവലിലുള്ള കരിക്കുലം ഫ്രെയിമിംഗ് കമ്മിറ്റിയാണ്. സോ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതില് പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പബ്ലിഷ്ഡ് ഇൻ 1975, 1988, 2000 ആൻഡ് 2005 എന്നുള്ളതാണ് നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവുക. 2021 കൂടി ഞാൻ ആഡ് ചെയ്തതാണ്, കാരണം നിങ്ങളുടെ ബുക്ക് അതിന് മുമ്പേ ഇറങ്ങിയതായിരിക്കാം. ഓക്കെ,
നമുക്ക് 2005 കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി സിലബസ് റിവൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ കുറിച്ചായിരിക്കും പഠിക്കേണ്ടവ. റൈറ്റ്. സോ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നമ്മുടെ മൊത്തം വിദ്യാഭ്യാസവും ട്രെയിനിങ്, നമ്മുടെ ടീച്ചിങ് ട്രെയിനിങ്ങും ഒക്കെ അണ്ടറിൽ വരുന്നത് NCERT ആണ്, അഥവാ നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആണ്. So it provides a framework for making syllabi, textbook, teaching practices, etc. ഒരു സിലബസ്, കരിക്കുലം തുടങ്ങിയിട്ട് ടെക്സ്റ്റ് ബുക്ക്, ടീച്ചേഴ്സ്, ടീച്ചർ ട്രെയിനിങ്, എല്ലാ മേഖലയിലും അഭിപ്രായം പറയുന്ന നിർദ്ദേശങ്ങൾ കൊണ്ടുവന്ന ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് NCERT എന്ന് പറയുന്നത്. നമ്മൾ ബുക്കിന്റെ പുറത്തൊക്കെ ഉണ്ടാവും NCERT, SCERT. സ്റ്റേറ്റ് ലെവലും ഉണ്ട്, നാഷണൽ ലെവലും ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റ് ലെവൽ SCERT, നാഷണൽ ലെവൽ NCERT. ആൻഡ് അവരുടെ ഒരു NCF, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ആണ്. ചെയർമാൻ വാസ് പ്രൊഫസർ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. സോ ഇവർക്കൊരു 5 ഡിവിഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഒന്ന് പെർസ്പെക്റ്റീവ് ഓഫ് NCF, ലേണിംഗ് ആൻഡ് നോളജ്, കരിക്കുലർ ഏരിയ, സ്കൂൾ സ്റ്റേജസ് ആൻഡ് അസസ്മെന്റ്, സ്കൂൾ ആൻഡ് ക്ലാസ് റൂം എൻവയോൺമെന്റ്, ദെൻ സിസ്റ്റമാറ്റിക് റിഫോംസ്. 5 മേഖല കേന്ദ്രീകരിച്ചാണ് അവർ പ്രവർത്തിച്ചത്. ഒന്ന് അവരുടെ പെർസ്പെക്റ്റീവ് ആണ്. എന്തൊക്കെയാണ് NCFന്റെ കാഴ്ചപ്പാടുകൾ, അതാണ് പെർസ്പെക്റ്റീവ്സ് ഓഫ് NCF എന്ന് പറയുന്നത്. 2 ലേണിംഗ് ആൻഡ് നോളജ് ആണ്. ഹൗ ടു ഇംപ്ലിമെന്റ് ദ ലേണിംഗ് ആൻഡ് ഹൗ ടു അക്യൂർ ദ നോളജ് എന്നതിനെ കുറിച്ചൊക്കെ ഈ NCERTക്ക് കൃത്യമായ ചില നിർദ്ദേശങ്ങളുണ്ട്. ദെൻ കരിക്കുലർ ഏരിയ, സ്കൂൾ സ്റ്റേജസ് ആൻഡ് അസസ്മെന്റ്. എന്തൊക്കെയാണ് കരിക്കുലത്തിൽ വേണ്ടത്, ഓരോരോ സ്കൂളിലെ ഓരോരോ സ്റ്റേജസ്, ദാറ്റ് മീൻസ് LP അല്ലെങ്കിൽ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, ഇങ്ങനെ ആ ഒരു സ്റ്റേജസ് എങ്ങനെ കടന്നു പോകണം. അസസ്മെന്റ്, എങ്ങനെയാണ് കുട്ടികളുടെ പഠനത്തെ അസസ് ചെയ്യേണ്ടത്, ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ NCERT കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്കൂൾ ആൻഡ് ക്ലാസ് റൂം എൻവയോൺമെന്റ്, ഒരു ക്ലാസ് റൂം എങ്ങനെ ഉണ്ടാവണം, സ്കൂൾ എങ്ങനെ ഉണ്ടാവണം, സ്കൂൾ എന്തൊക്കെ പ്രോഗ്രാംസ് നടത്തണം, എന്തൊക്കെ പറ്റൂല എന്ന് വരെ പറയുന്നുണ്ട്. ദെൻ സിസ്റ്റമാറ്റിക് റിഫോംസ്, എങ്ങനെയാണ് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ, അവരുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാൻ, അവർക്ക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ഇതിനെ എങ്ങനെ റിഫോം ചെയ്യണം എന്ന് കൂടി NCERT പറയുന്നുണ്ട്. ഇനി NCFനെ കുറിച്ചാണ് ഇനിയുള്ള സ്ലൈഡുകൾ നിങ്ങൾ കാണുക. സോ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് NCF, ഒരു 5 ബേസിക് പ്രിൻസിപ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. നമ്പർ 1, കണക്ടിങ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ. സ്കൂളിൽ നിന്ന് പഠിക്കുന്ന നോളജിനെ എങ്ങനെ ഔട്ട്സൈഡ്, പുറത്തുള്ള ലൈഫുമായി കണക്ട് ചെയ്യാം. സെക്കൻഡ് വൺ, എൻഷുറിംഗ് ദാറ്റ് ലേണിംഗ് ഈസ് ഷിഫ്റ്റഡ് അവേ ഫ്രം റോഡ് മെത്തേഡ്സ്. പണ്ടത്തെ ഒരു മെത്തേഡ്സ് അല്ലെങ്കിൽ പുരാതനമായ മെത്തേഡ്സ് നിന്ന് ലേണിംഗ് എങ്ങനെ നമുക്ക് മാറ്റാം, എങ്ങനെ നമുക്ക് അതിനെ എൻഷുർ ചെയ്യാം, ഉറപ്പുവരുത്താം, പഠനം നടക്കുന്നുണ്ട് എന്നിങ്ങനെ ഉറപ്പുവരുത്താം. 3, എൻറിച്ചിങ് ദ കരിക്കുലം ടു പ്രൊവൈഡ് ഫോർ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ റാദർ ദാൻ റിമെയിൻ ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക്. കേവലം ബുക്കിഷ് നോളജ് മാത്രമായി കുട്ടികൾ ഒതുങ്ങാതെ എങ്ങനെ അവരെ ഓവറോൾ ഡെവലപ്മെന്റ് സാധ്യമാക്കാം, അവരുടെ ജീവിതത്തിലേക്ക് അവരെ ഒരുക്കുന്ന ഗാന്ധിജി പറഞ്ഞ പോലെ ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഒരു കുട്ടിൻ്റെ എങ്ങനെ സാധ്യമാക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. 4, മേക്കിംഗ് എക്സാമിനേഷൻസ് മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഇന്റർഗ്രേറ്റിംഗ് ഇൻ ടു ക്ലാസ് റൂം ലൈഫ്. എങ്ങനെയാണ് എക്സാമിനേഷൻസ് കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുക, പരീക്ഷന്റെ ഒരു സ്ട്രെസ് ഒക്കെ എങ്ങനെ കുറക്കാൻ പറ്റും, ഇതിനെങ്ങനെ ക്ലാസ് റൂം ലൈഫിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ അവര് പഠിച്ച് ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ പണ്ട് നമ്മൾ പഠിച്ചിരുന്ന കാലത്തുള്ള പരീക്ഷ, അതിന്റെ സ്ട്രിക്ട്നെസ്, റിസൾട്ട്, പിന്നെ പാസ് ഓർ ഫെയിൽഡ് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇന്നുണ്ടോ? അത്തരം ഒരു സീരിയസ്നെസ് കുട്ടികൾക്ക് പരീക്ഷക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ 2005 മുമ്പ് 10ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് ആൻസർ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഒന്നില്ലെങ്കിൽ ഒന്ന് ചുമക്കുകയും ചെയ്യട്ടെ ഇടക്ക്, വെറുതെ അല്ലെങ്കിൽ വെറുതെ ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് ആ വീട്ടിലത്തെ കുട്ടികളുടെ സൗണ്ട് ഒക്കെ ഒന്ന് കേട്ടോട്ടെ. എന്തെങ്കിലും ഒരു ആൾ ഇതിലുണ്ട് എന്നറിയാലോ. ഓക്കെ, അപ്പം പിന്നെ എവിടെ ചെയ്യും? ഓക്കെ, അപ്പൊ എൻറിച്ചിങ് ദ കരിക്കുലം, ഓക്കെ, പിന്നെ മേക്കിംഗ് എക്സാമിനേഷൻ മോർ ഫ്ലെക്സിബിൾ ആൻഡ് nursing or overriding identity informed by caring concerns within the democratic policy of the country.
സോ നേഴ്സിംഗ് ആൻഡ് ഓവർ റൈഡിങ് ഐഡന്റിറ്റി ഇൻഫോംഡ് ബൈ കെയറിംഗ് കൺസേൺസ്. കുട്ടികൾക്ക് കിട്ടേണ്ട പരിഗണന, അവർക്ക് കിട്ടേണ്ട റെസ്പെക്ട്, അല്ലെങ്കിൽ അവരുണ്ടാവേണ്ട ക്വാളിറ്റീസ്, അതൊക്കെ നമ്മുടെ കൺസേൺസ് ആണോ എന്ന് കൃത്യമായി എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് NCF-ന്റെ ചുമതല. അപ്പോൾ അങ്ങനെ ക്ലാസ് റൂമിൽ പഠിച്ച കോണ്ടന്റിനെ, നോളജിനെ പുറത്തു കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റണം. അതുപോലെ തന്നെ പഴയ രീതികളൊക്കെ മാറ്റി പുതിയ മെത്തേഡ്സ് വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഓവറോൾ ഡെവലപ്മെന്റ് കുട്ടികളെ ഉറപ്പുവരുത്തണം. എക്സാമിനേഷൻസ് ഒക്കെ കുറച്ച് ഫ്ലെക്സിബിൾ ആക്കണം. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ് NCF-നുള്ളത് എന്ന് മനസ്സിലാക്കുക. Then key goals of NCF 2005. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. 5 ലക്ഷ്യങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. Number 1, to promote a wholesome development of the child encompassing the academic, educational, physical and social aspect. ഒരു കുട്ടിനെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് അല്ലെ, ഹോൾസം ഡെവലപ്മെന്റ് സാധ്യമാക്കുക. അവന്റെ അക്കാഡമിക് ആവട്ടെ, ഫിസിക്കൽ ആവട്ടെ, സോഷ്യൽ ആവട്ടെ, ഇൻഡിവിജ്വൽ ആവട്ടെ, അല്ലെങ്കിൽ ഇമോഷണൽ ആവട്ടെ, എല്ലാ മേഖലയിലും കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാം. Number 2, to enable the students to develop intellectual quotient by providing them varied opportunities. ഒരുപാട് അവസരങ്ങൾ കുട്ടിക്ക് കൊടുത്തിട്ട് അവനെ ഇന്റലക്ച്വലി ഡെവലപ്ഡ് ആക്കുക. ഇന്റലക്ച്വൽ കോഷൻ, അവന്റെ IQ, ബുദ്ധി വളർത്തിക്കൊണ്ടുവരിക. Number 3, to make the environment conducive to quality learning where the students would be encouraged to participate in various activities. കുട്ടികൾക്ക് വേരിയസ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കണം. അതിനുവേണ്ടി ടു മേക്ക് ദി എൻവയോൺമെന്റ് കണ്ടക്റ്റീവ് ടു ക്വാളിറ്റി ലേണിംഗ്, വളരെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആക്ടിവിറ്റി ഓറിയന്റഡ് ലേണിംഗ് കണ്ടക്ട് ചെയ്തിട്ട് സ്റ്റുഡൻസ് വുഡ് ബി എൻകറേജ്ഡ് ടു പാർട്ടിസിപ്പേറ്റ്. അതിലൊക്കെ കുട്ടികളെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. സോ അതിനാണ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ള ഈ ഒരു മെത്തേഡ്സ് ഒക്കെ കൊണ്ടുവന്നത്. കുട്ടികൾ എന്ത് ചെയ്യണം, ആക്ടിവിറ്റിയിൽ ആക്റ്റീവായി ഇൻവോൾവ് ചെയ്യണം. അതിന് ടീച്ചേഴ്സ് മോട്ടിവേറ്റ് ചെയ്യണം. Number 4, to foster creative thinking skills by facilitating different activities and giving liberty to express individual thoughts within the class. Foster creative thinking skills. കുട്ടിന്റെ ക്രിയാത്മകമായ, കുട്ടികൾ ചിന്തകള്, സർഗാത്മകമായ ചിന്തകള്, കഴിവുകൾ വളർത്തിക്കൊണ്ടുവരണം. ഫെസിലിറ്റേറ്റിംഗ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, അതിനുവേണ്ടി കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, ഡിഫറെന്റ് ആയ ആക്ടിവിറ്റീസ് കൊടുക്കണം. ആൻഡ് ഗിവിംഗ് ലിബർട്ടി ടു എക്സ്പ്രസ് ഇൻഡിവിജ്വൽ തോട്ട്സ്, ഓരോരുത്തർക്കും അവന്റെ ആശയങ്ങൾ പറയാനുള്ള അവസരങ്ങൾ കൊടുക്കണം. അങ്ങനെ അഥവാ ആക്ടിവിറ്റീസ് കൊടുക്കണം, അതിൽ ആക്റ്റീവായി അവർ ഇൻവോൾവ് ആക്കണം, അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം, സ്കഫോൾഡിങ് കൊടുക്കണം. എല്ലാം കൊടുത്ത് അവരുടെ സ്കില്ലുകൾ, അവരുടെ തോട്ട്സ് പ്രോസസ്സുകൾ, അവരുടെ ഇമോഷൻ എല്ലാ മേഖലയും ഡെവലപ്പ് ചെയ്യുക. Number 5, in response to multicultural attribute, the school must ensure no student is discriminated against based on caste, religion, social status, etc. There is no discrimination that shall be ensured by the school authority. ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ ഇല്ല. കാസ്റ്റിന്റെ പേരിലോ, റിലീജിയന്റെ പേരിലോ, സോഷ്യൽ സ്റ്റേറ്റസിന്റെ പേരിലോ, കളറിന്റെ പേരിലോ, ജെൻഡറിന്റെ പേരിലോ എവിടെയും ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതൊക്കെ എന്താണ്, NCF-ന്റെ ഗോൾസ് ആണ്, ലക്ഷ്യങ്ങളാണ്. Then objectives of National Curriculum Framework NCF 2005. ഹെഡ്ലൈൻ ഞാൻ എഡിറ്റ് ചെയ്യാൻ മറന്നുപോയതാണ്. ഓക്കെ, O ക്യാപിറ്റൽ ആക്കണം, N ക്യാപിറ്റൽ ആക്കണം, C ക്യാപിറ്റൽ ആക്കണം, F ക്യാപിറ്റൽ ആണ്, NCF മൊത്തം ക്യാപിറ്റൽ ആക്കണം. ഇതൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. സോ എന്താണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്? ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നേരത്തെ ഈ ഗോൾസ് കണ്ടു. ഇനി അവരുടെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്, അവരുടെ ലക്ഷ്യങ്ങൾ തന്നെയാണ്. Introducing the concept of learning without too much load by reducing the syllabus. കുട്ടികൾക്ക് ഒരിക്കലും ഓവർലോഡ് ആവരുത്, അതിന് വേണ്ടി സിലബസ് കുറച്ച് കൊണ്ടുവരണം എന്നാണ് അവരുടെ ലക്ഷ്യം. ശരിക്കും സിലബസ് മാറുമ്പോൾ കുട്ടികൾക്ക് ലോഡ് കൂടാറാണോ കുറയാറാണോ? കൂടുതലാണ്. കൂടൂലേ? എന്തുകൊണ്ടാണ് കൂടാൻ കാരണം? നമ്മള് ഇപ്പം കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചില്ലേ പുതിയതായിട്ട്, അപ്പൊ അത് മനസ്സിലാവണം, അതിന്റെ ബേസ് മനസ്സിലാവണം, കണ്ടുപിടിച്ചത് മനസ്സിലാവണം. അതൊന്നല്ല, കുട്ടികളുടെ ഇന്റലക്ച്വൽ എബിലിറ്റി കൂടി വരുന്നത് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും അവരുടെ മെന്റൽ പ്രോസസ്സും അവർക്ക് മെന്റൽ എബിലിറ്റി ഒക്കെ കൂടി വരും, IQ കൂടി വരികയാണ്. അതിനനുസരിച്ചുള്ള സിലബസ് ഫ്രെയിം ചെയ്യണം, എന്നാൽ അത് സിമ്പിൾ ആവും വേണം. ഓക്കെ,
Then all children should have access to quality education without any discrimination. ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് എല്ലാവർക്കും അല്ലെ അപ് ടു 16 വയസ്സൊക്കെ വരെയുള്ള എല്ലാവർക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട്. അത് NCF-ന്റെ ഒരു ലക്ഷ്യമാണ്. Then curricular practices should be in alignment with the secularism, social justice and equality. എപ്പോഴും ഒരു കരിക്കുലത്തിൽ അതിന്റെ പ്രൈം എയിം അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് സെക്യുലറിസം, സോഷ്യലിസം, ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി ഇങ്ങനെയൊക്കെയുള്ള സ്കില്ലുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള തോട്ട്സും അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. 4 സ്ട്രെങ്തനിങ് എ നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ദ സൊസൈറ്റി. ഒരു നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം രാജ്യത്തുടനീളം ഒരേപോലെയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉറപ്പുവരുത്തുക. അതും NCF-ന്റെ ഒരു NCERT-ന്റെ ഒക്കെ ലക്ഷ്യമാണ്. കാരണം ഓരോ സംസ്ഥാനത്തും ഓരോ പോലെ ആയാൽ അത് ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മുടെ കുട്ടികൾ ഇവിടുത്തെ +2 കഴിഞ്ഞാൽ അവിടെ ഡിഗ്രിക്ക് പോകും, അവിടെ ഡിഗ്രി കഴിഞ്ഞാൽ ഇവിടുത്തെ PG ചെയ്യും. അപ്പൊ എല്ലാതും ഒരേപോലെ ഓടിയാലുള്ളൂ പരസ്പരം അങ്ങോട്ടൂടെ കുട്ടികൾക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടും ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യാനൊക്കെ അത് നിർബന്ധമാണ്. ഇനി എഡ്യൂക്കേഷൻ ഫീൽഡിൽ NCF കൊടുത്ത കുറച്ച് മേജർ റെക്കമെൻഡേഷൻസ് ആണ്. ഓക്കെ, ഈ റെക്കമെൻഡേഷനൊക്കെ ഞാൻ ഒന്നിച്ച് ഒറ്റ സ്ലൈഡിൽ കൊടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് പഠിക്കാൻ അതാണ് എളുപ്പം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. കാരണം അപ്പോൾ ഫോണ്ട് സൈസ് കുറച്ച് കുറയും, കാരണം ഒരു സ്ലൈഡിൽ ഇത്രയും കൊള്ളിക്കുമ്പോൾ. ഫസ്റ്റ് വൺ, റീഓറിയന്റേഷൻ ഓഫ് അവർ പെർസെപ്ഷൻ ഓഫ് ലേണേഴ്സ് ആൻഡ് ലേണിംഗ്. നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒരു റീഓറിയന്റേഷൻ നടത്തണം, പുനർചിന്തനങ്ങളൊക്കെ നടത്തണം, ലേണറുടെ ആണെങ്കിലും ലേണിംഗിന്റെ ആണെങ്കിലും. Then holistic approach in the treatment of learners development and learning. കുട്ടിയുടെ ഡെവലപ്മെന്റ് നമുക്ക് ഹോളിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റണം. ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് നിർബന്ധമായി നമ്മൾ കാണണം. 3, മീറ്റിംഗ് ലേണിംഗ് ഡിസബിലിറ്റി നീഡ്സ് ത്രൂ ഡാറ്റാബേസ് ആൻഡ് നീഡ് സ്പെസിഫിക് പ്രോഗ്രാംസ്. മീറ്റിംഗ് ലേണിംഗ് ഡിസബിലിറ്റി നീഡ്സ്. ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് നമ്മൾ പറയട്ടോ, CWSN, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അത്തരം കുട്ടികൾക്ക് വേണ്ട പ്രോഗ്രാംസും വേണം. 4, ലേണർ എൻഗേജ്മെന്റ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ആൻഡ് ഫോസ്റ്ററിംഗ് ക്രിയേറ്റിവിറ്റി. കുട്ടികൾ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ആക്റ്റീവായി പങ്കെടുക്കണം. ഓക്കെ, കുട്ടികളാണ് നോളജ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. നമ്മൾ കൺസ്ട്രക്ടേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു അവർക്കൊരു സ്പെസിഫിക് പ്രോഗ്രാംസ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ദെൻ ഫോസ്റ്ററിംഗ് ക്രിയേറ്റിവിറ്റി. അതിനുവേണ്ടി അപ്പൊ അവരെന്ത് ചെയ്യും, അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ കഴിവുകളൊക്കെ അവർ ഇംപ്രൂവ് ആകും. നമ്പർ 5, ആക്റ്റീവ് ലേണിംഗ് ത്രൂ എക്സ്പീരിയൻഷ്യൽ മോഡ്. ലേണിംഗ് ബൈ എക്സ്പീരിയൻസിങ് ആണ്. അവർക്ക് എന്ത് ചെയ്യാനാണ്, ഓരോന്നും അവര് എക്സ്പെരിമെന്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് അതാണ് പഠിക്കേണ്ടത്. സോ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് വേണ്ടതെന്നാണ്. നമ്പർ 6, അഡീക്വേറ്റ് റൂം ഫോർ വോയിസിങ് ചിൽഡ്രൻസ് തിങ്കിങ്, ക്യൂരിയോസിറ്റി, ക്വസ്റ്റ്യൻസ് ഇൻ കരിക്കുലർ പ്രാക്ടീസസ്. കുട്ടികൾക്ക് ചില തോട്ട്സ് പറയാനുണ്ടാവും, ആശയങ്ങൾ, ഐഡിയാസ് ഉണ്ടാകും. അത് വോയിസ് ചെയ്യാൻ, അത് ഉറക്കെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാവണം. ദെൻ അവരുടെ ക്യൂരിയോസിറ്റി, അവരുടെ തോട്ട്സ്, അവരുടെ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവണം. 7, കണക്ടിങ് നോളജ് അക്രോസ് ഡിസിപ്ലിനറി ബൗണ്ടറീസ് ടു പ്രൊവൈഡ് എ ബ്രോഡർ ഫ്രെയിം ഫോർ ഇൻസൈറ്റ്ഫുൾ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. കണക്ടിങ് നോളജ് അക്രോസ് ഡിസിപ്ലിനറി ബൗണ്ടറീസ്. ഒരു ഇതിൽ പഠിച്ചത് വേറെ ഡിസിപ്ലിൻസിൽ, വേറെ ഡിപ്പാർട്ട്മെന്റിൽ, വേറെ അവസരത്തിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം. ടു പ്രൊവൈഡ് ബ്രോഡർ ഫ്രെയിം. അങ്ങനെ നമുക്കൊരു ബ്രോഡർ നോളജ്, ഒരു വൈഡ് നോളജ് ഉണ്ടാക്കണം ഫോർ ഇൻസൈറ്റ്ഫുൾ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് അഥവാ ഫോർ കൺസ്ട്രക്ടിങ് നോളജ്. അപ്പൊ ഒരുപാട് അറിവുണ്ടാക്കാൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാനും ഇവിടെ പഠിച്ചത് അവിടെ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റണം എന്നുള്ളതാണ്. 8, activities for developing critical perspectives on socio-cultural realities need to find a place in curricular practices. So activities for developing critical perspective, critical thinking, critical appreciation എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ ഒരു കഴിവാണ്. സോ അത്തരം ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് വളരണം ഓൺ സോഷ്യോ കൾച്ചറൽ റിയാലിറ്റീസ്. നമ്മുടെ ഇന്നത്തെ സാമൂഹികമായ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ ക്രിട്ടിക്കലി നേരിടാൻ കുട്ടിക്ക് പറ്റണം. അതിന് വേണ്ട പ്രാക്ടീസസ് കുട്ടിക്ക് കൊടുക്കണം. നമ്പർ 9, ലോക്കൽ knowledge and children experiences are essential components of textbook and pedagogy practices. കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ അറിവുകൾ, that is local knowledge and children experience, കുട്ടികളുടെ ചെറിയ ചെറിയ അനുഭവങ്ങൾ, അതൊക്കെ എന്താണ് എസെൻഷ്യൽ കോമ്പണന്റ് ഓഫ് ടെക്സ്റ്റ് ബുക്ക്. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിന്റെ യഥാർത്ഥ കോമ്പണന്റ് ആവണം. അതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. It is the last point, that is school years are a period of rapid development with the changes. നമുക്കറിയാം കുട്ടിയെ LKG പറഞ്ഞയച്ച് 10ാം ക്ലാസ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകുമ്പോഴേക്ക്
കുട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, റാപ്പിഡ് ചേഞ്ചസ് ആണ് സംഭവിക്കാൻ പോകുന്നത്. സോ ഷിഫ്റ്റ് ഇൻ കാപ്പബിലിറ്റീസ്, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, അവരുടെ കഴിവുകളിൽ, താല്പര്യങ്ങളിൽ, കാഴ്ചപ്പാടുകളിൽ എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും. ഇംപ്ലിക്കേഷൻ ഫോർ ചൂസിങ് ആൻഡ് ഓർഗനൈസിങ് ദ കോണ്ടന്റ് ആൻഡ് പ്രോസസ് ഓഫ് നോളജ്. അപ്പൊ അവർക്ക് എന്തുണ്ടാവണം? ഒരു കോണ്ടന്റ്, ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാനും ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനും അതിനൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. ഇത്രയൊക്കെയാണ് മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് NCF 2005. Curriculum areas, stages of school education and evaluation. ഇതിൽ 2 സ്ലൈഡുകളുണ്ട്. ഓരോരോ അഥവാ കരിക്കുലം ഏരിയാസ് ആണ്. ഒരു കരിക്കുലത്തിൽ നമുക്ക് എന്തൊക്കെ ഏരിയാസ് ഉണ്ടാകും? സ്റ്റേജ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ, എന്തൊക്കെയാണ് സ്കൂൾ പഠിക്കുന്ന സ്റ്റേജസ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ, അതിന് ഇവാലുവേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മേഖലയാണ്. ഓക്കെ, അഥവാ ഇതിൽ കാര്യമായിട്ട് പറയണത് നമ്മൾ കരിക്കുലത്തിൽ വരുന്ന ഡിഫറെന്റ്, ഇപ്പൊ 10ാം ക്ലാസ് വരെയുള്ള കുട്ടി ഡിഫറെന്റ് സബ്ജക്ട് പഠിക്കും. അതൊക്കെ എന്തിനാ പഠിക്കണേ എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ലാംഗ്വേജ് സ്കിൽസ് കട്ട് അക്രോസ് സ്കൂൾ സബ്ജക്ട് ആൻഡ് ഡിസിപ്ലിൻസ്. നമുക്കറിയാം ഭാഷാപരമായ കഴിവ് ബാക്കിയുള്ള സബ്ജക്റ്റിന്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ്. റോൾ ഓഫ് ലാംഗ്വേജ് സ്കിൽസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. ദർ ഈസ് എ റോൾ ഫോർ ലാംഗ്വേജ് സ്കിൽസ്. ഈ ലാംഗ്വേജ് സ്കിൽസിന് എന്തുണ്ട്? നോളജ് കൺസ്ട്രക്ഷനിൽ വലിയ റോൾ ഉണ്ട്. കാരണം നമുക്ക് നല്ല ഇംഗ്ലീഷൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയ ഒരു കുട്ടിയെ സംബന്ധിച്ച് സബ്ജക്റ്റുകൾ എന്ത് ചെയ്യും? വളരെ ഈസി ആയിട്ട് ആ കുട്ടിയെ പഠിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇനി ഓരോരോ സബ്ജക്റ്റുകൾ, ഓരോ ഡിസിപ്ലിൻസ്, അതുകൊണ്ടുള്ള അത് എന്തിനു പഠിക്കണം അതാണ് ഇനി പറയാൻ പോണത് കേട്ടോ. ഒന്ന് ലാംഗ്വേജ് ആണ്. അത് ഏത് ലാംഗ്വേജ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആവാം, മറ്റേത് ലാംഗ്വേജ് ആവാം. ഓക്കെ, റിന്യൂവഡ് എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു ഇംപ്ലിമെന്റ് ഫ്രീ ലാംഗ്വേജ് ഫോർമുല കേട്ടോ. ഫ്രീ അല്ല, ഫ്രീ എന്നുള്ളത്. സോ ഒരു വളരെ ഫ്രീ ആയിട്ട് ഒരു ലാംഗ്വേജ് ഫോർമുല കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്യണം? അവന്റെ ലാംഗ്വേജിനെ റിന്യൂ ചെയ്യണം എന്നുള്ളതാണ്. അവിടെ എൻഷുർ സക്സസ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ്, അഥവാ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നതിന് കുട്ടിക്ക് കഴിയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ മദർ ടങ് ഈസ് ദ ബെസ്റ്റ് മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഫോർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളത് മദർ ടങ് ആണ്. എന്നാൽ വേറൊരു സബ്ജക്ട് പഠിക്കുക എന്നുള്ളത് ചിലപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിരിക്കും. അങ്ങനെ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ സംബന്ധിച്ച് അതൊരു ബ്ലെസ്സിങ് ആണ്, അവരെ മറ്റു നോളജുകൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു വഴിയാണ് എന്നുള്ളതാണ് നമ്പർ 1. ഒന്ന് ലാംഗ്വേജ്. ഇത് 2 മാത്തമാറ്റിക്സ് ആണ്. എന്തിന് മാത്സ് പഠിക്കണം? ടീച്ചിങ് മാത്തമാറ്റിക്സ് എൻഹാൻസ് ചൈൽഡ് എബിലിറ്റി ടു തിങ്ക് ആൻഡ് ദ റീസൺ. മാത്സിൽ എപ്പോഴും പ്രോബ്ലം സോൾവിംഗ് ആണ്, റീസണിങ് ആണ് കുട്ടിക്ക് എന്തുണ്ടാവുക. അതുപോലെ ലോജിക്കൽ ഇന്റലിജൻസ്, റീസണിങ്, ഇതൊക്കെയാണ് കുട്ടിക്ക് മാത്സ് പഠിച്ചാൽ ഉണ്ടാവുക. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ പ്രോബ്ലം സോൾവിങ്. അല്ലെ? കണക്ക് ടീച്ചർക്ക് എന്നും പ്രശ്നങ്ങളാണ്. കാരണം എന്നും ഇഷ്യൂസ് ആണെങ്കിൽ പ്രശ്നങ്ങളാണ്. ഹൗ ടു സോൾവ് ദ ഇഷ്യൂ എന്നുള്ളതാണ് മാത്സ് ടീച്ചർ നമ്മോട് പറഞ്ഞിരുന്നത്. Then science learning will help to nurture their curiosity, creativity and connecting the child with the environment. സയൻസിൽ കുറേ കാര്യം പഠിക്കും. നമുക്ക് സയൻസിലുള്ള കുറെ എക്സ്പെരിമെന്റും അല്ലെങ്കിൽ ജീവികളെ കുറിച്ചും അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ കുട്ടികളുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത്. അവർ ക്രിയേറ്റീവായി ചിന്തിക്കും, ക്യൂരിയോസിറ്റി ഉണ്ടാകും, പരിസ്ഥിതിയുമായി അവർ കണക്റ്റഡ് ആവും. 4 സോഷ്യൽ സയൻസ് ആണ്, സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ്. എക്വിപ്പിംഗ് ചിൽഡ്രൻ വിത്ത് മോറൽ ആൻഡ് മെന്റൽ എനർജി. കുട്ടികൾക്ക് കുറെ മൊറാലിറ്റി, മെന്റൽ സ്കില്ലുകൾ ഒക്കെ വളരും. ആൻഡ് പ്രൊവൈഡ് എബിലിറ്റി ടു തിങ്ക് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് റിഫ്ലക്ട് ക്രിട്ടിക്കലി. ഇൻഡിപെൻഡന്റ് തിങ്കിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനൊക്കെ സോഷ്യൽ സയൻസ് കുട്ടികളെ സഹായിക്കും എന്നാണ് മറ്റൊന്ന് പറയുന്നത്. ദെൻ കമ്പ്യൂട്ടർ. സ്കൂളിൽ കമ്പ്യൂട്ടർ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കമ്പ്യൂട്ടർ പഠിച്ചതാണോ സ്കൂളില്? ഗെയിം കളിക്കാൻ പോക്കുണ്ട്. കമ്പ്യൂട്ടർ പീരീഡ് എന്താ ചെയ്തേ? ഒന്ന് ഗെയിം കളിക്കുക, പിന്നെ പിക്ചേഴ്സ് വരക്കുക. എവിടെ? പെയിന്റില്? അതെ അതെ, പെയിന്റില് പിക്ചേഴ്സ് വരച്ച് പെയിന്റ് ചെയ്യുക. പിന്നെ വേറൊന്നും ചെയ്തില്ല? വേറെ +1 +2 പിന്നെ ജാവ അതൊക്കെ ആയിരുന്നു കമ്പ്യൂട്ടറിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കമ്പ്യൂട്ടർ എന്താ പഠിപ്പിക്കുന്നത് വെച്ചാല് ഹെൽപ്സ് ടു ഡെവലപ്പ് റീസണിങ് ആൻഡ് ഹയർ ഓർഡർ സ്കിൽസ് ആദറെ. അഥവാ എന്താ റീസണിങ് എന്ന് പറഞ്ഞാല്? റീസൺ എന്ന് പറഞ്ഞാല് യുക്തിചിന്തയാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അങ്ങനെ, ഇതിന് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എങ്ങനെ അങ്ങനെ വേണം എന്നൊക്കെയുള്ള ഈ റീസണിങ്. പിന്നെ ഹയർ ഓർഡർ സ്കില്ലാണ്. ഓരോന്ന് പുതിയ പുതിയ ചിന്തകളിലേക്കും പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. സോ ഹയർ ഓർഡർ തിങ്കിങ്ങിലേക്ക് പോകും. ദെൻ എനേബിൾ സ്റ്റുഡൻസ് ടു ആക്സസ് സോഴ്സ് ഓഫ് നോളജ്.
അഥവാ കമ്പ്യൂട്ടർ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പിന്നെയും കുറേ സെർച്ച് ചെയ്ത് കണ്ടെത്തി പഠിക്കാൻ കുട്ടി ഏബിൾ ആവണം. പിന്നെ ഇന്റർപ്രറ്റ് ദം ആൻഡ് ക്രിയേറ്റ് നോളജ്, നമുക്ക് കിട്ടുന്ന അറിവുകളെ ഇന്റർപ്രറ്റ് ചെയ്യാനും പുതിയ അറിവുകൾ ഉണ്ടാക്കാനൊക്കെ കുട്ടി ഏബിൾ ആവണമെന്നാണ്. അതിൽ മേക്കിംഗ് ദ സ്റ്റുഡൻസ് ആക്റ്റീവ്, കുട്ടികൾ പഠന പ്രവർത്തനത്തിൽ ആക്റ്റീവ് ആകണം. പ്രൊമോട്ട് ഇൻഡിവിജ്വൽ ലേണിംഗ് സ്റ്റൈൽ, ഒന്നും ഒരു കമ്പ്യൂട്ടർ മാത്രം കിട്ടിയാൽ ഒരു കോഴ്സ് മൊത്തം പഠിച്ചെടുക്കാൻ കുട്ടിക്ക് പറ്റണം. ഇങ്ങനെയൊക്കെയുള്ള കുറെ ലക്ഷ്യങ്ങൾ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നത് കൊണ്ടുണ്ട്. അവിടെ പോയിക്കാണ്ട് ഗെയിം കളിച്ചാലും ചിത്രം വരച്ചാലും ഇത് മുഴുവൻ കിട്ടൂല. ഓക്കെ, ഇനി ആർട്ട് പഠിച്ചിക്കണോ സ്കൂളില്? ആ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആർട്ടിൽ പഠിച്ച്? ഓർമ്മയില്ല. ഓർമ്മയില്ല, അത്ര കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും, അതാണ് ഓർമ്മയില്ലാത്തത്. ആർട്ട് ഇന്ന് പെൻസിലൊക്കെ വാങ്ങിയുണ്ട്. എന്തില് HB, HP അങ്ങനെ എന്തോ വരക്കാനോ? ആ ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് കരിക്കുലത്തിന്റെ ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ഇമ്പോർട്ടന്റ് ഡെവലപ്പ് പേഴ്സണൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് എസ്തെറ്റിക് നീഡ്സ്. അവന്റെ ഒരു പേഴ്സണൽ നീഡ്സ്, കാരണം ചില ആളുകൾക്ക് ചിത്രം വരക്കാനും അല്ലെങ്കിൽ അത്ര ആർട്ടിസ്റ്റിക് ആയ കഴിവുകൾ ഉണ്ടാവും. ദെൻ സോഷ്യൽ, മറ്റുള്ളവരുടെ വർക്കുകളെ അംഗീകരിക്കുക, അതിനെ റെസ്പെക്ട് ചെയ്യുക, അതിലുള്ള ബ്യൂട്ടി കണ്ടെത്തുക. ദെൻ എക്കണോമിക്, പിന്നീട് ഒരു പ്രൊഫഷനായിട്ടൊക്കെ ആർട്ട് മാറുകയാണെങ്കിൽ അവർക്ക് ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവും. ദെൻ എസ്തെറ്റിക് നീഡാണ്. എസ്തെറ്റിക് നല്ല സൗന്ദര്യാത്മകമായിട്ടുള്ള എന്തുണ്ടാവും, ഒരു ബുദ്ധി കുട്ടികൾക്ക് ഉണ്ടാവും. അഥവാ കലകളെ ആസ്വദിക്കാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ് കുട്ടികൾക്ക് ഉണ്ടാവും. ദെൻ പീസിന് വേണ്ടി പ്രത്യേക ഒരു പീരീഡ് ഒക്കെ ഒന്നും ഇല്ല തോന്നുന്നുണ്ട്. ഇറ്റ് ഈസ് പീസ് ഓറിയന്റഡ് വാല്യൂ ഷുഡ് ബി പ്രൊമോട്ടഡ് എന്നാണ് ഉദ്ദേശിക്കണേ. സമാധാനം, ആളുകൾ കുട്ടികൾക്ക് ശാന്തി, സമാധാനം. ഇപ്പൊ ഈ പിന്നെ ഇതിനൊക്കെ ഉണ്ട് തോന്നുന്നു, ഇവിടെ യോഗ അങ്ങനെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ സ്കൂളുകളുണ്ട് തോന്നുന്നുണ്ട്. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, PT പീരീഡ് എന്താ സംഭവിച്ചേ? ഗ്രൗണ്ടിൽ പോവും. ഇവിടെ വേറെ ആരും PT പോകാത്തമാരുണ്ടല്ലോ. എല്ലാവരും ഒന്ന് പറയും, എന്താ PT പീരീഡ് എന്താ ചെയ്തതെന്ന്. കുറച്ച് എക്സസൈസ് ചെയ്യും, ബാക്കി ഗ്രൗണ്ടിൽ കളിക്കും. ചെന്നിട്ട് കുറച്ചൊരു എക്സസൈസ് കഴിയും കാലൊക്കെ ഒന്ന് അങ്ങോട്ട് ഓട്ടം കറക്കിയിട്ട് പിന്നെ കളിക്കാൻ പോകും. പിന്നെ വേറെ ഒന്നുമില്ല സാർ, അത്രേ ഉള്ളായിരുന്നല്ലോ PT. ശരിക്കും ആ പീരീഡ് എന്തിനുള്ളതാണ് ഇതിൽ പറയണ്ടേ? ഷട്ടിൽ കളിക്കാനുള്ളതല്ല, ആക്ച്വലി ഓരോ ഗെയിമിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാനുള്ളതാണ്. അതിന്റെ തിയറിറ്റിക്കലി എന്താണ് ഗെയിം എന്ന് പഠിച്ച് അതിന് പ്രാക്ടിക്കലി റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള പീരീഡ് ആയിരുന്നു. അത് ഞങ്ങളെ സാറിന് അറിയില്ല തോന്നുന്നു. സാറില്ല, സാർക്ക് നമുക്ക് ഈ ക്ലാസ്സിന് ലിങ്ക് അയച്ചു കൊടുക്കാം. ഹെൽത്ത് ആൻഡ് ടു പ്രൊവൈഡ് തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഇൻപുട്ട്. കുട്ടികൾക്ക് ഒരു കളിയെ കുറിച്ചിട്ട് ഇപ്പൊ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ട്, PTക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലാസ് എടുക്കണം PT അധ്യാപകരൊക്കെ. തിയറിറ്റിക്കൽ എങ്ങനെയാണ് ഒരു കളി, അതിന്റെ റൂൾസ് എന്താ, അതിന്റെ ഒരു മെഷർമെന്റ് എന്താ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പഠിക്കണം. പ്രാക്ടിക്കലി അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പഠിക്കണം. ദെൻ ടു പ്രൊവൈഡ് ആൻ ഇന്റഗ്രേറ്റഡ് ആൻഡ് ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹെൽത്ത്, ആരോഗ്യം. ഇപ്പോഴത്തെ ഒരു ന്യൂസ് കണ്ടോ, കണ്ണൂരോ അതോ ആ ഭാഗത്തോടെയുള്ള കുട്ടികള് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ഒരു സ്ത്രീനെ രക്ഷിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടിരുന്നു. വൈകുന്നേരം തിയറിക്കലി പ്രാക്ടിക്കലാക്കി പറഞ്ഞു കണ്ടിട്ടുണ്ട്. അതെ, അവര് രാവിലെ ക്ലാസ് പഠിച്ച കാര്യം അവർ പ്രാക്ടിക്കലായി ചെയ്ത് ഒരാളെ ജീവൻ രക്ഷിച്ചു എന്നാണ് റിപ്പോർട്ട്. അപ്പൊ ഹെൽത്ത്, ഡിസീസ്, ആക്സിഡന്റ് വന്നാൽ എന്താ ചെയ്യേണ്ടത്, ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്താൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കണം. അഥവാ കൃത്യമായ ബാലൻസ്ഡ് ഡയറ്റും ന്യൂട്രീഷൻസിനെ കുറിച്ചിട്ടും കളികളെ കുറിച്ചിട്ടും അവരുടെ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും എല്ലാം പഠിക്കേണ്ട ഒരു പീരീഡാണ് PT പീരീഡ്. നമ്മൾ വെറുതെ ഷട്ടിൽ കളിച്ചിട്ടും അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചിട്ടും അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞു കാണും അല്ലെങ്കിൽ കണക്ക് ടീച്ചർ ഒന്ന് കണക്കെടുത്തിട്ടൊക്കെ പോയത്. ഓക്കെ, ദെൻ 3 ടു പ്രൊവൈഡ് സ്കിൽസ് ഫോർ ഡീലിംഗ് വിത്ത് സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് ഇൻ ദ സ്കൂൾ, ഹോം ആൻഡ് കമ്മ്യൂണിറ്റി. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ നമ്മൾ ഹെൽത്തി ആയി നേരിടണം, ഓക്കെ, സൈക്കോളജിക്കലി എങ്ങനെ നേരിടണം, സോഷ്യലി എങ്ങനെ നേരിടണം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ പീഡനങ്ങള് അല്ലെങ്കിൽ പിന്നെ മോഷണങ്ങള്, പിടിച്ചുപറി, ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് നേരിടണം എന്നൊക്കെയുള്ള സ്കില്ലൊക്കെ ഈ PT പീരീഡ് പഠിക്കാനുള്ളതാണ്. ദെൻ ടു ഹെൽപ്പ് ചിൽഡ്രൻ ഗ്രോ ആസ് റെസ്പോൺസിബിൾ സിറ്റിസൺ, എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സിറ്റിസൺ ആവുക. ആൻഡ് ഇൻകൾക്കേറ്റിംഗ് ഇൻ ദ സെർട്ടൻ സോഷ്യൽ ആൻഡ് മോറൽ വാല്യൂസ്, എങ്ങനെയാണ് നമ്മളിൽ സോഷ്യൽ വാല്യൂസ് ഉണ്ടാവുക, മോറൽ വാല്യൂസ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതൊക്കെ പഠിക്കേണ്ടത് ത്രൂ ഗെയിംസ്, സ്പോർട്സ്, NCC, റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഇതിലൊക്കെയാണ് അത്ര. അഥവാ ഇതൊക്കെ ഈ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. മോറൽ വാല്യൂസും സോഷ്യൽ വാല്യൂസും പേഴ്സണൽ വാല്യൂസും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. ഇനി 9 വർക്ക് എഡ്യൂക്കേഷൻ. വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ പേരുണ്ടായിരുന്നു.
ആ നമുക്കുണ്ടായിരുന്നേ. അതിലെന്താ ചെയ്തേ? അതില് കൊറേ പച്ചക്കറിയൊക്കെ മുറിച്ചിട്ട് പെയിന്റ് ഒക്കെ ഇങ്ങനെ തുണിയിലൊക്കെ ആക്കി അങ്ങനെ മറ്റേ എന്തൊക്കെ അവിടെ ലേഡീസ് ഫിംഗർ അല്ലേ, ആ വെണ്ടക്ക കൂടുന്നുണ്ടല്ലേ? ആ ആ ആ പിന്നെ കുറച്ച് ഇപ്പോഴും പൂവൊക്കെ ഉണ്ടാക്കി. പിന്നെ yes. എന്തോ സ്റ്റിച്ചിങ് ഒക്കെ കുറച്ച് പഠിപ്പിച്ചു തന്നിട്ട്. പിന്നെ വേസ്റ്റ് പ്രൊഡക്ട്സ് ക്രിയേറ്റീവ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അതൊക്കെ തന്നെയാണ് ലക്ഷ്യം. സോ ഇറ്റ് ഈസ് ദ പ്രീ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ്. അഥവാ നമുക്ക് ശരിക്കും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ കുട്ടികൾ അതിൽ നിന്നൊക്കെ ജോലി കണ്ടെത്താം, അല്ലെങ്കിൽ അത്തരം സ്കില്ലുള്ള കുട്ടികളൊക്കെ കണ്ടെത്താം. ഇതിന് നമുക്ക് വേണമെങ്കിൽ ബെഞ്ച് ഡെസ്ക് ഉണ്ടാക്കാനും ബൾബ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. ഇൻവോൾവ് ചിൽഡ്രൻ ഇൻ എ വെറൈറ്റി ഓഫ് പ്രൊഡക്ഷൻ, വ്യത്യസ്തമായ സാധനങ്ങൾ, ഇപ്പോൾ അല്ലെങ്കിൽ ഗാർഡനിങ്, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അച്ചാറ്, അല്ലെങ്കിൽ തുന്നല്, ടൈപ്പിംഗ്, ഇങ്ങനെ എന്തും പഠിക്കാം. വർക്ക് ഒരു ജോലിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാധനം പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഹെൽപ്സ് ടു ഡെവലപ്പ് സ്കിൽസ് ലൈക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് ത്രൂ വർക്ക്. ഇത്തരം പ്രവർത്തനത്തിലൂടെ കുട്ടികളിൽ ഒരു പോസിറ്റീവ് വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നും പറയുന്നു. സ്കൂൾസ് ആൻഡ് ക്ലാസ് റൂം ക്ലൈമറ്റ്. അപ്പം എങ്ങനെയായിരിക്കണം നമ്മുടെ സ്കൂൾ ക്ലാസ് റൂം ക്ലൈമറ്റ്? ജസ്റ്റ് 3 പോയിന്റേ ഉള്ളൂ. ഒന്ന്, അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, മെറ്റീരിയൽ, പ്ലാനിങ്, ഡയറി ഷെഡ്യൂള്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഇസ് വെരി ക്രൂഷ്യൽ. നമുക്ക് നല്ല ബിൽഡിംഗ് വേണം, നല്ല മെറ്റീരിയൽസ് വേണം, നല്ലൊരു പ്ലാനിങ് ഉണ്ടാവണം, ഡയറി ഷെഡ്യൂളുകൾ ഉണ്ടാവണം. ആൻഡ് ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ വുഡ് ബി 1:30. ഒരു 1:30 കുട്ടികൾക്ക് ഒരു ടീച്ചർ, അല്ലെങ്കിൽ 35 കുട്ടികൾക്ക് ടീച്ചർ എന്നൊക്കെയുള്ള റേഷ്യോ കീപ്പ് ചെയ്യാൻ പറ്റണം. 2, സ്കൂൾ കൾച്ചർ നർച്ചേഴ്സ് ചിൽഡ്രൻസ് ഐഡന്റിറ്റി ആൻഡ് ഇൻട്രസ്റ്റ്. സ്കൂളിന്റെ ഒരു കൾച്ചർ കുട്ടികളുടെ ഐഡന്റിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിൽ താല്പര്യങ്ങൾ ഉണ്ടാവണം. അപ്പൊ സ്കൂളിന്റെ കൾച്ചർ ഡെവലപ്പ് ചെയ്യണം. ദെൻ എൻഷുർ ആക്ടിവിറ്റീസ് സ്യൂട്ടബിൾ ഫോർ ഓൾ ചിൽഡ്രൻ. എല്ലാവർക്കും ഉള്ള ആക്ടിവിറ്റീസ് വേണം, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഹാൻഡിക്യാപ്ഡ് ആയ കുട്ടികൾക്കും എല്ലാവർക്കും. മെയിൻറ്റെയിൻ ടെക്നോളജി, ലൈബ്രറി ആൻഡ് ലബോറട്ടറീസ്. നമുക്ക് അതിന് വേണ്ട ടെക്നോളജീസ്, കളിക്കാനും പഠിക്കാനും വേണ്ട ടെക്നോളജി, അതുപോലെ അവർക്ക് വായിക്കാൻ വേണ്ട ലൈബ്രറി, അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ലബോറട്ടറി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം എന്നുള്ളത് NCF പറയുന്ന ഭാഗങ്ങളാണ്. ഇതിനെങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായി റിഫോം ചെയ്യാൻ പോകുന്നത്? ദ NCF ഹാസ് എയിംഡ് അറ്റ് ബ്രിങ്ങിങ് റിഫോം ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റങ്ങൾ അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്. ദ എയിംഡ് ലേണർ സെന്റേർഡ് കരിക്കുലം. അതിലൊന്നാണ് ലേണർ സെന്റേർഡ് കരിക്കുലം. കുട്ടികൾ ഹീറോകളാവണം, കുട്ടികൾ നോളജ് കൺസ്ട്രക്ട് ചെയ്യണം. ഫ്ലെക്സിബിൾ പ്രോസസ്സസ്, ടീച്ചിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സ്, എക്സാം അസസ്മെന്റ് പ്രോസസ്സ്, അതൊക്കെ ഫ്ലെക്സിബിൾ ആവണം. ആൻഡ് ലേണേഴ്സ് ഓട്ടോണമി, കുട്ടികൾക്ക് സ്വയം പഠിക്കാനും സ്വയം വിലയിരുത്താനും സ്വയം വളർന്നു വരാനും സ്വയം ജോലി കണ്ടെത്താനും കഴിയണം. ടീച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റർ, മോട്ടിവേറ്റർ ആൻഡ് സപ്പോർട്ടർ. ടീച്ചേഴ്സിനൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ടീച്ചർ ഷുഡ് ബി എ ഫെസിലിറ്റേറ്റർ, മോട്ടിവേറ്റർ, സപ്പോർട്ടർ. Then NCF 2005 on ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. ഭാഷാ പഠനത്തിൽ എന്താണ് NCFന് പറയാനുള്ളത്? നമുക്കറിയാം, ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, ഫോറിൻ ലാംഗ്വേജ് ഉണ്ട്. ഫസ്റ്റ് ലാംഗ്വേജ് നമ്മുടെ ഹോം ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ നിയമങ്ങൾ പഠിച്ച് കരിക്കുലത്തിൽ പഠിക്കുന്ന ഒരു ഭാഷയാണ്. ഫോറിൻ ലാംഗ്വേജ് പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി പഠിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഉണ്ടാവും, നമുക്ക് ഹിന്ദി, കേരളീയർക്ക് ഹിന്ദി ഉണ്ടാവും, ഉറുദു, കന്നഡ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിക്കണ്ടാവും. ദെൻ ഫോറിൻ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ചൈനീസോ ഫ്രഞ്ചോ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടാവും. പഠിക്കണമെന്നില്ല, ഫോറിൻ ലാംഗ്വേജ് വേണമെങ്കിൽ പഠിച്ചാൽ മതി. സോ സം ഗൈഡ്ലൈൻസ് ആർ ദർ ഇൻ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ഇൻ ഓർഡർ ടു പ്രൊമോട്ട് മൾട്ടിലിംഗ്വലിസം ആൻഡ് നാഷണൽ ഹാർമണി. കുട്ടികൾക്ക് മൾട്ടിലിംഗ്വലിസം വേണം എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു കുട്ടി ഒന്നിലധികം ഭാഷകൾ പഠിക്കുന്നത് മൾട്ടിലിംഗ്വലിസം ആണ്. ഓക്കെ, ഒരു കുട്ടി ഒന്നിലധികം ഭാഷകൾ പഠിക്കുന്നത് മൾട്ടിലിംഗ്വലിസം ആണ്. അതേപോലെ പല ഭാഷകളിൽ നിന്നുള്ള കുട്ടികൾ ഒരു ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുന്നത് മൾട്ടിലിംഗ്വലിസം ആണ്. നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് മലയാളിയായ കുട്ടി ഇംഗ്ലീഷും അറബിക്കും ഉറുദും അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ പഠിക്കാം. So language teaching needs to be multilingual. Number of languages offered to children. കുട്ടികൾക്ക് നിർബന്ധമായും ഒന്നിലധികം ഭാഷകൾ ഓഫർ ചെയ്യണം, അല്ലെ? ഇവിടെ നമ്മൾ എത്ര കൂടുതൽ ഭാഷ അറിയുന്ന ആരാ ഈ ഒരു ക്ലാസ്സിലുള്ളത്? നമ്മളൊക്കെ പഠിച്ചിരുന്നത് മലയാളം പഠിച്ചിട്ടില്ല എങ്കിൽ മലയാളം അറിയാം. ദെൻ ഇംഗ്ലീഷ്, അറബിക്ക്, ഹിന്ദി, ഇങ്ങനെ ഒരു 4 ഭാഷയ്ക്കാണ് നമുക്ക് പഠിക്കാനുള്ള അവസരം കിട്ടിയത്. നിങ്ങൾക്ക് ഏതൊക്കെ കിട്ടിയിട്ടുണ്ട്? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബി എഴുതാനും വായിക്കാനും അറിയാം, സംസാരിക്കാൻ അറിയില്ല. അല്ല, ഈ 4 ഭാഷ കേൾക്കാൻ പഠിക്കാനുള്ള അവസരം കിട്ടിയല്ലോ. വേറെ ഒരാൾ പറയൂ. ഇതല്ലാണ്ട് തമിഴും അറിയാം സാർ. സ്കൂൾ പഠിച്ചാ? സ്കൂളിൽ പഠിച്ചില്ല, അല്ലാതെ സ്കൂളിൽ പഠിക്കാതെ. സ്കൂളിൽ നിന്ന് പഠിക്കുന്ന അവസരം കിട്ടിയ ഭാഷകൾ പറയും. ഉറുദു പഠിച്ചിട്ടുണ്ട്. ഉറുദു പഠിച്ചിട്ടുണ്ട്.
അപ്പൊ അറബിക് പഠിച്ചോ? അറബിയും ഹിന്ദിയും ഉറുദും ഇംഗ്ലീഷും മലയാളം. ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും അങ്ങനെ ഭാഷ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതൊക്കെ മൾട്ടി ലിംഗ്വൽസ് ആണ്. ഓക്കെ. സോ മൾട്ടി ലിംഗ്വൽ ക്ലാസ് റൂമുകൾ ഉണ്ടാവണം. 2 ഹോം ലാംഗ്വേജ് ഷുഡ് ബി ദ മീഡിയം ഓഫ് ലേണിംഗ് ഇൻ സ്കൂൾ. ഹോം ലാംഗ്വേജ് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് മീഡിയം ആവണം. പ്രത്യേകിച്ച് പ്രൈമറി ക്ലാസ്സിലൊക്കെ ഹോം ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യണമെന്നാണ്. 3, if there is no provision for teaching home language, അഥവാ നമുക്ക് ഹോം ലാംഗ്വേജ് കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ the higher level and primary level must be covered through the home language. അടുത്തൊരു ചാൻസ് കിട്ടുമ്പോൾ ഹോം ലാംഗ്വേജ് കൊടുക്കണം എന്നാണ്. അത് ആർട്ടിക്കിൾ 350A പ്രകാരം it shall be endeavor of every state of every local authority within the state to provide adequate facilities for instruction in the mother tongue. അപ്പോൾ ഒരു സ്റ്റേറ്റില് നിർബന്ധമായും കുട്ടികൾ മദർ ടങ് പഠിക്കണം, മദർ ടങ്ങിനെ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അറ്റ് ദ പ്രൈമറി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ. എവിടെ? പ്രൈമറി സ്റ്റേജിൽ. ടു ചിൽഡ്രൻ ബിലോങ്ങിങ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഗ്രൂപ്പ്. അപ്പൊ എത്ര മൈനോറിറ്റി ആണെങ്കിലും അവരുടെ മദർ ടങ് പഠിക്കാനും മദർ ടങ്ങിൽ പ്രാക്ടീസ് ചെയ്യാനും മദർ ടങ്ങിൽ ഇൻസ്ട്രക്ഷൻ കിട്ടാനൊക്കെ ഉള്ള ഒരു അവസരം കുട്ടികൾക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ മദർ ടങ്ങിനെ പ്രൊമോട്ട് ചെയ്യണം. ദെൻ ഫ്രീ ലാംഗ്വേജ് ഫോർമുല നീഡ്സ് ടു ബി ഇംപ്ലിമെന്റഡ്. അഥവാ 3 ലാംഗ്വേജ് ഫോർമുല. അത് ഇതാണ് ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജ്. അതാണ് ഒരു 3 ലാംഗ്വേജ് ഫോർമുല. ഓക്കെ. അതിൽ 3 ഭാഷകൾ പഠിക്കാം. ദെൻ ഇൻ ദ നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ് ചിൽഡ്രൻ ലേൺ ഹിന്ദി. അഥവാ ഹിന്ദി സംസാരിക്കാത്ത പ്രദേശങ്ങളിൽ കുട്ടികൾ ഹിന്ദി പഠിക്കട്ടെ. ഇൻ കേസ് ഓഫ് ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ് ചിൽഡ്രൻ ലേൺ എ ലാംഗ്വേജ് നോട്ട് സ്പോക്കൺ ഇൻ ദർ ഏരിയ. ഹിന്ദിയാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ ഹിന്ദി അല്ലാത്ത മറ്റൊരു ഭാഷ അവർ പഠിക്കട്ടെ എന്നും പറയുന്നുണ്ട്. ലെറ്റ് സ്റ്റേജ് ഫോറിൻ ലാംഗ്വേജ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ്. അതുപോലെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു കോളേജുകൾക്ക് എത്തുമ്പോൾ ഫോറിൻ ലാംഗ്വേജ് കൂടി കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഒരു പ്രൈമറി ലെവൽ കഴിഞ്ഞാൽ പിന്നെ ഫോറിൻ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ലാംഗ്വേജ് ഇവാലുവേഷൻ ആണ്. NCF റെക്കമെൻഡഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് എബിലിറ്റി. ഒന്ന് പറയുന്നത് ലാംഗ്വേജ് ഇവാലുവേഷൻ നീഡ് ടു ബി ടൈഡ് ടു അച്ചീവ്മെന്റ് ബട്ട് ലാംഗ്വേജ് പ്രൊഫഷൻസി. കുട്ടി ഭാഷയിൽ എത്രത്തോളം നേടി എന്നുള്ളതല്ല, അവനതൊരു ഫ്ലുവന്റ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടതാണ്. അഥവാ ഗ്രാമർ അറിയോ അല്ലെങ്കിൽ ലാംഗ്വേജ് വേറെ എന്തെങ്കിലുമൊക്കെ ലാംഗ്വേജ് നോക്കല്ല, ഫ്ലുവന്റ് ആണോ, ലാംഗ്വേജ് പ്രൊഫഷൻസി ആണ് നോക്കേണ്ടതാണ്. 1. 2, ഇവാലുവേഷൻ നീഡ്സ് ടു ബി എനേബിളിംഗ് ഫാക്ടർ ഫോർ ലേണിംഗ്. അസസ്മെന്റ് കുഡ് ബി ഡോക്യുമെന്റഡ്. സോ ഇവാലുവേഷൻ ഈസ് ടു ബി എനേബിളിംഗ് ഫാക്ടർ ഫോർ ലേണിംഗ്. കുട്ടിക്ക് ഒരു പരീക്ഷ എടുത്താൽ കുട്ടി കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കണം. അല്ലാതെ അതോടുകൂടി ആ കുട്ടി ആ ഭാഷ പഠിക്കാൻ നിർത്താൻ പാടില്ല. സോ ലാംഗ്വേജ് എനേബിൾ ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് ഇവാലുവേഷൻ മാറണം. അസസ്മെന്റ് ഡോക്യുമെന്റ് ചെയ്യണം. ഓരോ ഘട്ടങ്ങളിലും കുട്ടിക്ക് ഇത്ര കഴിവുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് ഇംഗ്ലീഷിൽ റീഡ് ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ റൈറ്റിങ്ങിന് അറിയില്ല, അതിന് ഓരോ ലാംഗ്വേജ് ഫ്ലുവൻസിയും നമ്മൾ നോട്ട് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. 3, നാഷണൽ ബെഞ്ച്മാർക്ക് ഫോർ ലാംഗ്വേജ് പ്രൊഫഷൻസി നീഡ് ടു ബി ഇവോൾവ്ഡ്. ഒരു നാഷണൽ ലെവൽ ലാംഗ്വേജ് ലേണിംഗ് സെറ്റപ്പ് നടത്തണം, അല്ലെങ്കിൽ നാഷണൽ ലെവൽ ഇവാലുവേഷൻ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ആൻഡ് ഡിസൈൻ ഫോർ an optional English language test. That means optional English language additional ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ്, അതല്ലെങ്കിൽ കുട്ടിക്ക് കൃത്യമായി ഭാഷ കഴിവുകൾ ഉണ്ട് എന്ന് ഒരു നാഷണൽ ലെവൽ ടെസ്റ്റിംഗ് നമ്മൾ നടത്തണം. 4, a student may be allowed to pass without English if an alternate route is there. ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട സങ്കല്പിക്കുക, അപ്പൊ ഇംഗ്ലീഷ് ഇല്ലാതെയും ഒരു കോഴ്സ് കഴിയണം, അതിനുള്ള ഒരു അവസരം ഉണ്ടാവണം. പക്ഷെ ഒരു ആൾട്ടർനേറ്റ് റൂട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇംഗ്ലീഷ് അല്ലെങ്കിൽ വേറൊരു ഭാഷയിലെ കുട്ടിക്ക് എഴുതാനോ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങൾ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. റെക്കഗ്നിഷൻ ഓഫ് മദർ ടങ്. എങ്ങനെയാണ് മദർ ടങ്ങിനെ പരിഗണിക്കേണ്ടത്? 1, മദർ ടങ് ഈസ് ദ ഫസ്റ്റ് ലാംഗ്വേജ് സ്റ്റുഡൻസ് ലേൺ ഫ്രം പാരന്റ്സ്, ഫാമിലി മെമ്പേഴ്സ്, നെയ്ബേഴ്സ് എക്സെട്ര. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ്. ഓൾസോ കോൾഡ് ആസ് നാറ്റീവ് ലാംഗ്വേജ്. ഇതിന് നാറ്റീവ് ലാംഗ്വേജ്, ഫസ്റ്റ് ലാംഗ്വേജ്, മദർ ടങ്, ഇങ്ങനെ പല പേരിൽ അത് അറിയപ്പെടും. സോ ഇത് ലാംഗ്വേജ് സ്പോക്കൺ അറ്റ് ഹോം. വീട്ടിലും നാട്ടിലും കുടുംബത്തിലും സംസാരിക്കുന്ന ഭാഷ എന്നുള്ളതാണ് മദർ ടങ്. വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മദർ ടങ്? ഒരു കുട്ടി മദർ ടങ് പഠിച്ചാൽ എന്താണ് ഗുണം? എ ചൈൽഡ് ഇൻവോൾവ് മോർ ദാൻ ജസ്റ്റ് ലാംഗ്വേജ്. അതില് ഒരു ഭാഷ എന്നതിനപ്പുറത്ത് മദർ ടങ് എന്നുള്ളത് നമ്മുടെ വികാരമാണ്, നമ്മുടെ കൾച്ചറാണ്, നമ്മുടെ നോളജാണ്, നമ്മുടെ വെക്കാബുലറി ആണ്, നമ്മുടെ തിങ്കിങ് പ്രോസസ്സാണ്, നമ്മുടെ ഇന്റലിജൻസ് ആണ്. Then it involves a child's personal, social and cultural identity. ഭാഷ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഭാഷ അല്ല. മദർ ടങ് എന്ന് പറഞ്ഞാൽ അവന്റെ ഐഡന്റിറ്റിയാണ്, അവന്റെ കൾച്ചറാണ്, അവന്റെ ചിന്തകളാണ്, അവന്റെ സംസ്കാരം എല്ലാം മാതൃഭാഷയാണ്. Then children develop their mother tongue
when children develop their mother tongue, they are fostering essential skills like critical thinking, literacy skill, evaluation, analysis. നമ്മൾ നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് സ്കില്ലുകളൊക്കെ ഭാഷയുടെ കൂടെ ഡെവലപ്പ് ആവും. ദെൻ സ്റ്റിൽ സ്കിൽസ് ആട്ടോ, സ്കിൽസ് അല്ല, സ്കിൽസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഗെയിൻഡ് ഇൻ ദ ലേണേഴ്സ് ഹോം ലാംഗ്വേജ് നീഡ് നോട്ട് ബി റീടോട്ട്. ഒരു കുട്ടി തന്റെ മദർ ടങ്ങിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ പിന്നെ അത് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ വേറെ ഒരു ലാംഗ്വേജിലോ വേറെ ഒരു രീതിയിലോ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അവൻ അതിൽ മാസ്റ്റർ ആയിരിക്കും. 5 അച്ചീവ് സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, അവയർനെസ് ആൻഡ് കൾച്ചർ. ഒരു കുട്ടിക്ക് എന്തുണ്ടാകും? സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, അവയർനെസ്, മൊത്തത്തിലൊരു അവയർനെസ് ആൻഡ് കൾച്ചർ. ഇതൊക്കെ മദർ ടങ്ങിന്റെ കൂടെ ഇംപ്രൂവ്ഡ് ആകും എന്നുള്ളതാണ്. നമ്മൾ ഏകദേശം ഇങ്ങനെ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് മദർ ടങ് ഇൻ എഡ്യൂക്കേഷൻ. ഒരു കുട്ടിക്ക് മദർ ടങ് പഠിച്ചാൽ അല്ലെങ്കിൽ മദർ ടങ് എഡ്യൂക്കേഷൻ നേടിയാൽ എന്താണ് ഗുണം? നമ്പർ 1, മദർ ടങ് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ ചിൽഡ്രൻ ടു പിക്ക് അപ്പ് ആൻഡ് ലേൺ അതർ ലാംഗ്വേജസ്. മദർ ടങ് ശരിക്കും പഠിച്ചാൽ, ഫസ്റ്റ് ലാംഗ്വേജ് ശരിക്കും പഠിച്ചാൽ സെക്കൻഡ് ലാംഗ്വേജും ഫോർത്ത് ലാംഗ്വേജും പഠിക്കാൻ ഈസിയാണ്. 2, ഡെവലപ്സ് ചൈൽഡ് പേഴ്സണൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി. നേരത്തെ പറഞ്ഞതാ, അവന്റെ പേഴ്സണൽ സ്കില്ലും സോഷ്യൽ സ്കില്ലൊക്കെ വളരും. 3, ഹെൽപ്പ് ചിൽഡ്രൻ ഡെവലപ്പ് ദെയർ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ലിറ്ററസി സ്കിൽ. ഇതും നേരത്തെ പറഞ്ഞതാ, കുട്ടിനെ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യും, ലിറ്ററസി ഡെവലപ്പ് ചെയ്യും, ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യും, എല്ലാം ഡെവലപ്പ് ചെയ്യും. ദെൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കരിക്കുലം. കരിക്കുലത്തെ കുറിച്ച് കൃത്യമായി കുട്ടിക്ക് ധാരണ ഉണ്ടാവും. കാരണം എല്ലാം മലയാളത്തിലും മദർ ടങ്ങിലും കുട്ടിക്ക് കേൾക്കാം. 5, സ്കിൽസ് ലേൺഡ് ഇൻ മദർ ടങ് ഡു നോട്ട് ഹാവ് ടു ബി റീടോട്ട്. നേരത്തെ പറഞ്ഞ പോലെ മദർ ടങ്ങിൽ ഒരു സ്കില്ല്, മദർ ടങ്ങിന്റെ കൂടെ ഒരു സ്കില്ല് കുട്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. 6, ചിൽഡ്രൻ ക്യാൻ എൻജോയ് സ്കൂൾ മോർ ആൻഡ് ഫീൽ കംഫർട്ടബിൾ. മലയാളം അറിയാമെന്നത് കൊണ്ടാണ് പ്രൈമറി സ്കൂളിൽ അല്ലെങ്കിൽ മലയാളം ഉപയോഗിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് പ്രൈമറി കുട്ടികൾ സ്കൂളിൽ പോണതും അവിടെ കോൺഫിഡന്റ് ആയി നിൽക്കുന്നതും അവർ ഹാപ്പി ആകണതും. കാരണം അവർക്കാകെ മദർ ടങ് അറിയുള്ളൂ. 7, ഹൈ സെൽഫ് എസ്റ്റീം. കുട്ടികൾക്ക് സെൽഫ് എസ്റ്റീം കൂടും എന്നാണ്. ദെൻ പാരന്റ് ചൈൽഡ് ഇന്ററാക്ഷൻ ഇൻക്രീസസ്. കുട്ടിക്ക് പാരന്റ്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടൊക്കെ മദർ ടങ്ങിൽ ഇന്ററാക്ഷൻ നടത്താം. 9, ഹയർ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ആൻഡ് ഏൺ ഹയർ ഏർണിങ്സ്. കുട്ടിക്ക് സാമൂഹ്യത്തിലുണ്ടാകുന്ന വില, എക്കണോമിക് ബെനിഫിറ്റ് ആൻഡ് ഹയർ ഏർണിങ്സ്. കുട്ടിക്ക് കൂടുതൽ ഏർണിങ്സിനൊക്കെ പറ്റുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടാക്കാനും സോഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടാക്കാനും ഒക്കെ മദർ ടങ്ങിലൂടെയുള്ള വിദ്യാഭ്യാസം കൊണ്ട് സാധ്യമാകും എന്ന് പറയുന്നു.